ദൈവത്തിന് സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ അടുത്ത് വരുവാൻ ദൈവം തരുന്ന വലിയ കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നയോളം നമ്മളെ കരുതുന്ന ദൈവത്തിന്റെ സന്നിധിയിലിരുന്ന് ദൈവം പഠിക്കുവാൻ വലിയ സന്തോഷമാണല്ലോ. അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മളെ ഫിലിപ്പിയ ലേഖനത്തിൽ നിന്നാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന 3-ാം അധ്യായത്തിന്റെ 10 വരെയുള്ള വാക്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഞാൻ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന് ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവെങ്കിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു. അവനിൽ ഇരിക്കേണ്ടതിന് അവന്റെ മരണത്തോട് അനുഭവപ്പെട്ടിട്ട് അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്നും വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് അവർ എന്ന് എണ്ണുന്നു. നമ്മൾ പഠിച്ചത്, കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത്, പൗലോസ് പറയുന്നത് ക്രിസ്തുവിനെ അറിയുന്നതാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നു. അപ്പൊ ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പേ തനിക്ക് വിലപ്പെട്ടതായി കരുതിയതെല്ലാം വിലപ്പെട്ടായി കരുതിയ എല്ലാ കാര്യങ്ങളും ക്രിസ്തുവിനെ നേടുന്നതിനായി നഷ്ടമായി കണക്കാക്കുന്നു. പൗലോസിന്റെ ജീവിതത്തിൽ നോക്കിയാൽ തൻ്റെ വിദ്യാഭ്യാസം വലിയ വിദ്യാഭ്യാസമുള്ള ആളായിരുന്നു. മതപാരമ്പര്യം, പല കാര്യങ്ങളും നമ്മൾ 6-7 വാക്യങ്ങൾ പഠിച്ചിരുന്നു. അതുപോലെ തന്നെ സ്ഥാനമാനങ്ങൾ, നേട്ടങ്ങൾ, ഇതെല്ലാം ഒരു കാലത്ത് തനിക്ക് വലിയ വിലതുള്ളതായി താൻ കരുതിയിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേടിയത് കൊണ്ട് താൻ ദൈവത്തോട് ഏറ്റവും അടുത്തവനെന്നും ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവനെന്നും കരുതിയിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. എന്നാൽ ക്രിസ്തുവിനെ വ്യക്തിപരമായി അറിഞ്ഞ ശേഷം അവയെല്ലാം ക്രിസ്തുവിനെ നേടുന്നതിനോട് താരതമ്യപ്പെടുത്തുമ്പോൾ വിലയില്ലാത്തതായി കണക്കാക്കി. അവിടെ പറയുന്നത് നഷ്ടമെന്ന് എണ്ണുന്ന, നഷ്ടമായി തീർന്നു എന്ന്. നഷ്ടമെന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാം ഉപേക്ഷിക്കുക എന്നതിൽ ഉപരിയായി ക്രിസ്തുവിനേക്കാൾ പ്രാധാന്യം മറ്റുള്ളതിനൊന്നും കൊടുക്കാതിരിക്കുക. ഏറ്റവും മുമ്പിൽ ക്രിസ്തു കഴിഞ്ഞിട്ട് മാത്രമേ ബാക്കി എല്ലാ കാര്യങ്ങളും. അപ്പം നമ്മുടെ ജീവിതത്തിൽ അത് തന്നെ നോക്കാം. ക്രിസ്തുവിനെ നേടുന്നതിന് മുമ്പേ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയായിരുന്നു നാം വിശേഷതയായി കരുതിയിരുന്നത്, ക്രിസ്തുവിനെ നേടിയതിനു ശേഷം നമ്മുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. പൗലോസിന്റെ ജീവിതം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലൂടെ നമ്മളൊന്ന് നോക്കണം. ഇത് പണ്ട് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനമെങ്കിൽ ഇന്ന് നമ്മളോടും ദൈവാത്മാവ് ഇതാണ് പറയുന്നത്. ക്രിസ്തു ആരാണ്, ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ എന്താണ്, ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം നമ്മൾ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്താണ്. ഒരു മാറ്റവും വന്നില്ല എങ്കിൽ നാം ക്രിസ്തുവിനെ വെറുതെ അറിയുന്നു എന്ന് മാത്രമല്ല, ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഹെഡ് നോളജ് മാത്രമല്ല, അതായത് ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ടില്ല. നമ്മൾ ഈ ഓരോ വചനവും വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. നാം എവിടെയാണ് ഇപ്പോൾ, വിശ്വാസപരമായി നാം എവിടെ ആയിരിക്കുന്നു എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ്. 9-ാമത്തെ വാക്യം താൻ പറയുന്നു, തനിക്ക് ലഭിച്ച നീതിയെക്കുറിച്ച് പറയുന്നു. പൗലോസ് അവിടെ പറയുന്നത്, നീതിമാനാകുന്നത് സ്വന്തം പ്രവൃത്തികളാലോ അല്ലെങ്കിൽ ന്യായപ്രമാണം പാലിക്കുന്നതിനോ അല്ല. ഒരു കാലത്ത് താൻ ന്യായപ്രമാണം പാലിക്കുന്നതിലൂടെ ആ നീതി സമ്പാദിക്കാനായിട്ട് ശ്രമിച്ചു. തനിക്ക് നമ്മൾ പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ താൻ യഹൂദൻ എന്ന നിലയിൽ തനിക്ക് ലഭിച്ചതാണ്. കുറച്ച് കാര്യങ്ങൾ താൻ ന്യായപ്രമാണം പാലിക്കുന്നതിലൂടെ തനിക്ക് കിട്ടിയ തൻ്റെ പ്രവൃത്തിയാൽ നേടിയതാണെന്നൊക്കെ പഠിച്ചു. പക്ഷെ ക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷം താൻ മനസ്സിലാക്കിയത് യേശു ക്രിസ്തുവിലെ വിശ്വാസത്താലാണ് നമുക്ക് ദൈവത്തിൽ നിന്നുള്ള നീതി ലഭിക്കുന്നത്. രക്ഷ ദൈവത്തിന്റെ കൃപയുടെ ദാനമാണ്. അത് മനുഷ്യന്റെ ഒരു യോഗ്യതയിലാലും നേടുന്നതല്ല. മനുഷ്യന്റെ പ്രവൃത്തികളാൽ രക്ഷ നേടുവാൻ സാധിക്കുകയില്ല. നമ്മുടെ പ്രവൃത്തികളാൽ ദൈവത്തെ കണ്ടെത്തുവാൻ കഴിയുകയില്ല. 10-ാമത്തെ വാക്യത്തിൽ നാം കണ്ടത് പൗലോസിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ക്രിസ്തുവിനെ കൂടുതൽ ആഴത്തിൽ അറിയുക. അവിടെ പറയുന്നുണ്ട്, അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി അറിയുക, അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അറിയുക, അവന് അനുരൂപമായി മരണത്തോട് അനുരൂപപ്പെടുക എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ആ പുനരുത്ഥാനത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ആ ദൈവത്തിന്റെ ശക്തി നമ്മളുണ്ട്. എഫെസ്യ ലേഖനം 3:21 ഇങ്ങനെ പറയുന്നുണ്ട്, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മൾ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി, ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുണ്ട്. ആ ശക്തിയാലാണ് ദൈവം കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചത്.
അതുപോലെ നമ്മുടെ മർത്യ ശരീരങ്ങളെയും ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിക്കുന്ന ആ ശക്തിയാലാണ്. പക്ഷെ ഇവിടെ അത് അർത്ഥമാക്കുന്ന പ്രസന്റ് ടെൻസിലാണ്. ഇവിടെ പറയുന്നു ഞാൻ കർത്താവിന്റെ ആ പുനരുത്ഥാനത്തിന്റെ ശക്തി അനുഭവിച്ചറിയണം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും നമ്മൾ പാപത്തെയും ഭയത്തെയും ജയിച്ച് പുതിയൊരു ജീവിതം നയിപ്പാൻ ദൈവം നൽകുന്ന ശക്തി, പുനരുത്ഥാന ശക്തി നമുക്ക് കിട്ടും. നമ്മുടെ താഴ്ചയുള്ള ശരീരം അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി തീരും. അത് ഓരോ വിശ്വാസിക്കും ലഭിക്കുന്ന. പക്ഷെ ഇപ്പോൾ നാം ആയിരിക്കുന്ന സ്ഥലത്ത് ഓരോ ദിവസവും പാപത്തോട് നാം പോരാടുന്നതിൽ എത്രത്തോളം നാം ശ്രദ്ധയുള്ളവരായിരിക്കും. ആ ദൈവത്തിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ, ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് ഇതിലെയൊക്കെ ജയിക്കാനായിട്ട് കഴിയുന്നത്. അപ്പൊ അനുഭവിച്ചറിയണം. ഓരോ ദിവസവും ഞാൻ പാപത്തോട് പോരാടുന്ന പ്രാണത്യാഗം വരെ ചെയ്യുവാൻ പ്രാണത്യാഗം വരെ ചെയ്യുവാൻ ഞാൻ ശ്രമിക്കുന്നുണ്ടോ? അത് നാം ഓരോ ദിവസവും അറിഞ്ഞിരിക്കേണ്ടതാണ്. അത് നമുക്കറിയാം, ഓരോ ദിവസവും നമ്മൾ പാപത്തോട് പോരാടുന്ന നമ്മുടെ അവസ്ഥ, പലപ്പം നമ്മൾ ജയിക്കും, പലപ്പം നമ്മൾ തോറ്റു പോകും, അല്ലേ? അപ്പൊ ഒരു ദിവസം പോലും തോക്കാതെ അങ്ങനെ ഒരു ദിവസം നമുക്ക് എണ്ണാനായിട്ട് കഴിയുമോ? അങ്ങനെ നമുക്ക് നമ്മള് റോമാലേഖനം 6:6 പറയുന്നു, നാം പാപത്തിന് അടിമപ്പെടാതെ വേണം പാപശരീരത്തിന് നീക്കം വരെ നമ്മുടെ പഴയ മനുഷ്യനെ ക്രിസ്തുവിനോടുകൂടെ എപ്പോഴാ ക്രൂശിക്കേണ്ട? ഓരോ ദിവസവും ക്രൂശിച്ചുകൊണ്ട് ജീവിക്കുന്ന അവസ്ഥയിലായി തീരണം. അതാണ് പറയുന്നത്. അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി അറിയുക. പാപത്തെ ജയിക്കാൻ നമുക്ക് ശക്തി നൽകുന്ന ക്രിസ്തുവിന്റെ ആത്മാവിനാലാണ്. ആ ശക്തിയല്ല, ആ പുനരുത്ഥാനത്തിന്റെ ശക്തിയാലാണ്. അത് അനുഭവിച്ചറിയണം. നമ്മുടെ ജീവിതത്തിലുള്ളത് ഓരോ ദിവസവും നാം അനുഭവിച്ചറിയുന്നത്. അത് കൂടുതലായി അനുഭവിച്ചിട്ട് പൗലോസ് തെസ്സലോനിക്കയിലെ പല പ്രാവശ്യം പറഞ്ഞു, നിങ്ങൾ അധികം വർദ്ധിച്ചു വരണം അതിലല്ലേ. അങ്ങനെ ഓരോ കാര്യത്തിലും നമ്മൾ അധികം വർദ്ധിച്ചു വരണം. നമ്മളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഇത്തിരി കൂടെ, അല്പം കൂടെ വർദ്ധിച്ചു വരണം എന്ന് പറയുന്നുണ്ട്. അവന്റെ കഷ്ടാനുഭവങ്ങൾ കൂട്ടാളിയാകാം എന്ന് വെച്ചാൽ ക്രിസ്തുവിന് വേണ്ടി കഷ്ടതകൾ സഹിക്കാനും അവനോടുള്ള വിശ്വസ്തത കുറച്ചു നിൽക്കുവാനും സഹായിക്കാം. നാം അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ അവനോടുകൂടെ തേജസ്കരിക്കപ്പെടുന്നത്. അപ്പം തേജസ്കരിക്കപ്പെടണമെങ്കിൽ നാം കഷ്ടം അനുഭവിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടു അവന്റെ മരണത്തോട് അനുരൂപപ്പെടുക. അപ്പം അവന്റെ മരണത്തോട് അനുരൂപപ്പെടുക എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളെയൊക്കെ ത്യജിച്ചിട്ട് ദൈവഹിതത്തിനനുസരിച്ച് ജീവിക്കുക. ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. നമ്മുടെ ഇഷ്ടം ദൈവ ഇഷ്ടമായി തീരുന്നത്. നമ്മുടെ ഇഷ്ടം ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ഇഷ്ടമായി മാറണം. അങ്ങനെയായി തീർന്നാൽ മാത്രമേ അനുരൂപപ്പെട്ട് ജീവിക്കാനായിട്ട് കഴിയുകയുള്ളൂ. പൗലോസ് ഇവിടെ പറയുന്നത് ക്രിസ്തുവിനെ അറിയുക എന്ന ലോകത്തിലെ ഏറ്റവും എല്ലാ നേട്ടങ്ങളെക്കാളും വിലപ്പെട്ടതാണ്. ഒരു കാലത്ത് താൻ അതെല്ലാം നേടുവാനായിട്ട് ശ്രമിച്ചിരുന്നു, പക്ഷേ അതെല്ലാം വ്യർത്ഥമെന്ന് താൻ എണ്ണിയിരിക്കുന്നു ഇപ്പോൾ. അപ്പം ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണ് യഥാർത്ഥ നീതി ലഭിക്കുന്നത്. അപ്പം ക്രിസ്തുവിനെ കൂടുതൽ അറിയുക, അവന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുകയും ചെയ്യുകയാണ് ഓരോ വിശ്വാസിയുടെയും ലക്ഷ്യം. നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം അതായിരിക്കണം. ക്രിസ്തുവിനെ കൂടുതലായി അറിയുക, ക്രിസ്തുവിനെ അറിഞ്ഞതിൽ നാം അനുസരിക്കുക. യഥാർത്ഥ സമ്പത്തും സന്തോഷവും ക്രിസ്തുവിലാണ്. ലോകത്തുള്ള എല്ലാ നേട്ടങ്ങളെക്കാളും അധികമായിട്ട് ക്രിസ്തുവിനെ അറിയുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം ആയിരിക്കേണ്ടത്. ക്രിസ്തുവിനെ അറിയുക, അറിഞ്ഞതിൽ നിലനിൽക്കുക, ക്രിസ്തുവിന് അനുരൂപമായി ജീവിക്കുക. നമുക്കിന്ന് ഇന്നത്തെ പാഠത്തിലേക്ക് പോകാം. 11-ാമത്തെ വാക്യം 10 വരെയാണ് നാം പഠിച്ചത്. 11 ഇങ്ങനെ അവനിലിരിക്കണം, അവന്റെ മരണത്തോട് അനുഭവപ്പെടണം, അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി അറിയണം, അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അറിയണം. ഇങ്ങനെ വല്ല വിധേനയും മരിച്ചിട്ട് ഇടയുന്ന പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറെന്നാണ്. ഏതു വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം. അതാണ് പൗലോസിന്റെ വലിയ ആഗ്രഹം. ഏതു വിധേനയും എന്ന് പറഞ്ഞാൽ എന്തു വില കൊടുത്തും അവന്റെ ആ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം. തൻ്റെ പുനരുത്ഥാനം അല്ലെ ഉയർപ്പിനെ കുറിച്ച് തനിക്ക് പേടിയുണ്ടോ? നമ്മളോട് ചോദിച്ചാൽ നാം എന്ത് പറയും? നമ്മുടെ ഉയർപ്പിനെ കുറിച്ചോ നമ്മുടെ പുനരുത്ഥാനത്തെ കുറിച്ചോ നമുക്ക് പേടിയുണ്ടോ? നാം ക്രിസ്തുവിൽ ഒരു നാൾ ഉയർക്കുമെന്ന് നാം പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ടോ? നമ്മുടെ രക്ഷയെക്കുറിച്ച് കഴിഞ്ഞാൽ നാം നിത്യജീവന്റെ അവകാശികളായി തീർന്നു. എന്നാലും പലരോടും പല പ്രാവശ്യം ചോദിക്കുമ്പോൾ അവർ പിന്നെയും സംശയമുണ്ട്. നാം ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽക്കുമോ? നമുക്ക് എന്തു പറയാൻ കഴിയും? നമ്മുടെ ജീവിതത്തിലൂടെ ഒന്ന് നോക്കുക. നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ, അല്ലെങ്കിൽ നാം നമ്മോട് തന്നെ ചോദിച്ചാൽ, നാം ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽക്കുമോ? പൗലോസിന് ഒരു നാളും പേടിയില്ല. എന്നിട്ടും ഏതു വിധേന എന്തു വില കൊടുത്തും ആ ക്രിസ്തുവിന്റെ ആ പുനരുത്ഥാനത്തെ
മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം തനിക്കും പ്രാപിക്കണം. ക്രിസ്തു പുനരുത്ഥാനം പ്രാപിച്ചു, തനിക്കും പുനരുത്ഥാനം പ്രാപിക്കണം. തനിക്ക് പൂർണ്ണ നിശ്ചയമുണ്ടായിരുന്നു. പൗലോസ് തീമോഥെയോസിന് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു, അവൻ എൻ്റെ ഉപനതി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. അത് പൗലോസിന് തീർച്ചയായിട്ടും അറിയാം, അത് ദൈവത്തിന്റെ കൃപയാലാണ്. പൗലോസ് 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൽ ഇങ്ങനെ 9:27 ഇങ്ങനെ പറയുന്നു, മറ്റുള്ളവരോട് പ്രസംഗിച്ചിട്ട് ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീരാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക അത്രേ ചെയ്യുന്നത്. എൻ്റെ ശരീരത്തെ ഞാൻ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക. പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗം എതിർത്ത് നിൽക്കുന്നുണ്ട് താനെ. ഓരോ ദിവസവും അവിടെ പറയുന്നുണ്ട്, ഒരു ഓട്ടക്കളത്തിലാ ഓടുന്നത്. എല്ലാവരും ഓടുന്നു, പക്ഷെ ഒരുവൻ മാത്രമേ ബിരുദം പ്രാപിക്കുന്നുള്ളൂ. പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ എന്നാ പറയുന്നത്. അപ്പം മറ്റുള്ളവരോട് ഞാൻ ഓടാൻ പറയുന്നു, ഞാനും ഓടുകയാണ്. ഞാൻ മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീരാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു. പൗലോസ് എത്രത്തോളം തൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ചു. ഓരോ ദിവസവും അങ്ങനെ പ്രവർത്തിക്കുന്നുവെങ്കിൽ നമുക്ക് എത്രത്തോളം ചെയ്യേണ്ടി ഇരിക്കുന്നു. എവിടെ ഏതു വിധേനയും എന്ന് പറയുമ്പോൾ അതിന് കാരണമുണ്ട്. ഉയർപ്പ് വിലയേറിയതാണ്. അതിനുവേണ്ടി ഏത് ത്യാഗവും ചെയ്യാൻ താൻ തയ്യാറാണ്. ആത്യന്തികമായ ആ ലക്ഷ്യത്തിന് വേണ്ടി താൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനം, അല്ലെ, മരിച്ചവരുടെ ഒന്നാമത്തെ പുനരുത്ഥാനം, മഹത്വത്തിലെ ഉയർപ്പ്, നിത്യജീവനായുള്ള ഉയർപ്പ്, ആ നീതിയുടെ കിരീടം പ്രാപിക്കാനുള്ള ഉയർപ്പ്, അതിനുവേണ്ടിയുള്ള ഓട്ടക്കളത്തിലാണ് നമ്മൾ ഓരോരുത്തരും. പൗലോസ് പറയുന്നുണ്ട് തൻ്റെ അവസാന ലേഖനത്തിൽ, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, തൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച എല്ലാവർക്കും കൂടെ. അവിടെ പറയുന്നുണ്ട്, ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു, എൻ്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പാനീയകമായി ഒഴിക്കപ്പെടുക. നമ്മൾ പാനീയയാഗത്തെ കുറിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതായിരുന്നല്ലേ. എത്രത്തോളം ക്രിസ്തുവിനു വേണ്ടി തൻ്റെ ജീവനെ സമർപ്പിക്കാമോ, ക്രിസ്തുവിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാമോ, അത്രത്തോളം ക്രിസ്തുവിന് വേണ്ടി പൊരുതിയ ഒരു ഭക്തനായിരുന്നു. ഓരോ ദിവസവും താൻ ക്രിസ്തുവിനെ നേടുന്നതിന്, അനേകരെ ക്രിസ്തുവിലേക്ക് ആനയിക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ചതാണ്. അവിടെ എങ്ങനെയെങ്കിലും മരിച്ചോട്ടെ എന്നുള്ള പുനരുത്ഥാനം. താൻ ഓട്ടക്കളത്തിലാണ്. നമുക്കറിയാം, എല്ലാവരും ഉയർക്കും, പക്ഷെ 2 തരത്തിലെ ഉയർപ്പാണ്. ഒരു കൂട്ടർ നിത്യജീവനിലേക്ക് ഉയർപ്പിക്കപ്പെടുമ്പോൾ, ഒരു കൂട്ടർ നിത്യനാശത്തിലേക്കാണ് ഉയർക്കപ്പെടുന്നത്. ക്രിസ്തുവിനോട് കൂടെ മരിച്ചവർക്ക് മാത്രമേ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുവാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ട് ഏതു വിധേനയും ഇപ്പോൾ ഞാൻ ജഡത്തോട്, ഇപ്പൊ എൻ്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി എൻ്റെ ശരീരത്തിൽ അറിയുമ്പോൾ, ഞാൻ പാപത്തോട് പോരാടുന്നതിൽ ഓരോ ദിവസവും ജീവിക്കുമ്പോൾ, അങ്ങനെ ജീവിച്ചാൽ മാത്രമേ ക്രിസ്തുവിനോട് കൂടെയുള്ള പുനരുത്ഥാനത്തിൽ നമുക്ക് ഉയർത്തെഴുന്നേൽക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പം ക്രിസ്തുവിനോടുകൂടി നാം പാപത്തിന് ഓരോ ദിവസവും മരിക്കണം. ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുമ്പോൾ ശരീരം മരിച്ചാലും ക്രിസ്തുവിൽ നാം എല്ലാവരും ഉയർക്കപ്പെടും. എന്നും ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്ന അവസ്ഥയിലായിത്തീരും. 3:10 ഇങ്ങനെ പറയുന്ന, മരണത്തോട് അനുരൂപപ്പെടണം. ഇപ്പോഴത്തെ ജീവിതത്തിൽ നമുക്ക് ഓരോ ദിവസവും ആ ക്രിസ്തുവിന് അനുരൂപമായി ജീവിക്കണം. 3:11 ഇങ്ങനെ പറയുന്നത്, പുനരുത്ഥാനം, ആ ഭാവിയിലെ പുനരുത്ഥാനത്തെ കുറിച്ചാണ്. നമ്മൾ 10-ാം വാക്യത്തിൽ പറഞ്ഞ ഇപ്പോഴത്തെ ആ പുനരുത്ഥാനത്തിന്റെ ശക്തി അറിയണം. ഇപ്പോൾ പാപത്തോട് നാം പോരാടണം. അവസാനം ആ പാപത്തിന്റെ ആ ശക്തിയിൽ നിന്നും സാമീപ്യത്തുനിന്നും എല്ലാം നാം വിടുതൽ പ്രാപിച്ച ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുതി. ഇനി പാപത്തിന് നമ്മുടെ മേൽ ഒരു കർത്തൃത്വം നടത്താൻ കഴിയില്ല, ഒരു സ്വാധീനവും നടത്താൻ കഴിയില്ല. കാരണം പാപമില്ലാത്ത ഒരു സ്ഥലത്താണ്, ആ ക്രിസ്തുവിനോട് കൂടെയാണ് നാം ആയിരിക്കാൻ പോകുന്നത് ഭാവിയിൽ. അത് അങ്ങനെ ആയിരിക്കണം. അപ്പം ലോക മനുഷ്യരുടെ ജീവിതം മരണം കൊണ്ട് അവസാനിക്കുമ്പോൾ, ഒരു വിശ്വാസിയുടെ, ഒരു ദൈവഭക്തന്റെ ജീവിതം മരണം കൊണ്ട് ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. ഈ ലോകത്തിൽ ജീവിതം 70-ഓ 80-ഓ ആണ്. അത് കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും സങ്കടങ്ങളുടെയും ജീവിതമാണ്. പക്ഷെ പലരും ആ ജീവിതത്തിൽ
ആത്യന്തികമായ സന്തോഷം കണ്ടെത്തുവാൻ തങ്ങൾക്ക് കഴിയുന്നതെല്ലാം തങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. ഏത് വില കൊടുത്തും ഈ ലോകത്തിൽ സന്തോഷം നേടുവാൻ കഴിയുമ്പോൾ, പക്ഷേ ക്രിസ്തുവില്ലാത്തവർ ആ സന്തോഷമെല്ലാം ആ മരണത്തോടു കൂടി അവസാനിക്കും. പക്ഷെ നാം ക്രിസ്തുവിന് വേണ്ടി ത്യാഗം സഹിക്കുമ്പോഴേ നമ്മുടെ മരണശേഷം നാം ക്രിസ്തുവിനോട് കൂടെയുള്ള വലിയ ഒരു ജീവിതം ആരംഭിക്കുകയാണ്. സങ്കടങ്ങളില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത, കഷ്ടങ്ങളില്ലാത്ത, കണ്ണുനീരില്ലാത്ത ഒരു പുതിയൊരു ലോകത്തിലേക്ക് നാം എത്തപ്പെടുകയാണ് ചെയ്യുന്നത്, അല്ലേ? ആ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ജീവിതം ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ജീവിതത്തിൽ നമുക്ക് പാപത്തോട് പോരാടുന്നതിൽ നമുക്ക് ഓരോ ദിവസവും ജയിക്കുവാനായിട്ട് കഴിയും. ഏതു വിധേനയും, അത് മറക്കരുത്, ഏതു വിധേനയും എത്ര ത്യാഗം സഹിച്ചാൽ, ഏത് വിധേനയും എത്ര ത്യാഗം സഹിച്ചാലെന്ന് പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ എഴുതിയിരിക്കുന്നത് താൻ അനുഭവിക്കുക ഇപ്പം, അല്ലേ? തടവറയിൽ ഇരുന്ന് കൊണ്ടാ എഴുതുന്നത്. താനായിരിക്കില്ല എഴുതുന്നത്, ആരെയും കൊണ്ട് എഴുതിപ്പിച്ചതാണ്. ഇപ്പൊ തിമോത്തിയോസിനെ കൊണ്ട് എഴുതിപ്പിച്ചതായിരിക്കാം. തനിക്ക് എഴുതാൻ പോലും വയ്യ, കാരണം തൻ്റെ രണ്ട് കൈകളിലും ചെയിൻ കിടക്കുകയാണ്. അപ്പൊ ഏത് വിധേനയെന്ന് പറയുമ്പോൾ ചെയിൻ സഹിച്ചുകൊണ്ടാണേലും, എത്ര കഷ്ടപ്പെട്ടിട്ടാണേലും, എത്ര വില കൊടുത്തിട്ടാണെങ്കിലും ആ അനുഭവത്തിലേക്ക് ആയിത്തീരുക. ഇവിടെ ആ നിമിത്തം ഞാൻ ഉപേക്ഷിച്ച് ക്രിസ്തു നിമിത്തം ചവറെന്ന് എണ്ണുകയാണ് ചെയ്യുന്നത്. അപ്പൊ ക്രിസ്തുവിലുള്ള ആ പുനരുത്ഥാനത്തെയും ക്രിസ്തുവിനുള്ള തുടർ ജീവിതത്തെയും കുറിച്ച് ഓർക്കുമ്പോൾ ഈ ലോകത്തിലെ പലതും പൗലോസിന് ചവറാണ്. നമ്മൾ ഉച്ചിഷ്ടം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു, അല്ലേ? ഒരു മാലിന്യമാണ്, കയ്യിൽ വെക്കാൻ കൊള്ളാത്തതാണ്, നമുക്ക് ദുർഗന്ധം വമിക്കുന്നതാണ്. അപ്പൊ ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ അതിന് മാറ്റം വന്നു. മുമ്പ് അതെല്ലാം തനിക്ക് വിലയേറിയതായിരുന്നു ഈ ലോകത്തുള്ള, പക്ഷെ ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ അതിനെല്ലാം മാറ്റം വന്നു. ആത്മീയ നേട്ടങ്ങളിൽ നിന്ന് താൻ കരുതിയിരുന്നതെല്ലാം തനിക്ക് ഇപ്പോൾ താൻ ചവറെന്ന് എണ്ണുന്നു. അപ്പം ദൈവത്തിൽ നിന്ന് പ്രകാശം ലഭിച്ചവരിലും ദൈവത്തെ അറിയുന്നവരിലും അത് ഇപ്പോഴും അങ്ങനെയായി തീരണം. നാം നേടിയതൊക്കെയും, നമ്മുടെ പൂർവ്വകാലങ്ങളിൽ നാം നേടിയതൊക്കെയും ചവറെന്ന് എണ്ണണം. ചിലവരൊക്കെ പഴയ കാലങ്ങളിലെ കഥകൾ പറയാറുണ്ട്, പക്ഷെ ഓരോ ദിവസത്തെയും കഥകൾ നാം ഓരോ ദിവസവും പറയും. നമ്മുടെ സാക്ഷ്യം ഓരോ ദിവസവും പുതിയതായിരിക്കണം. എല്ലാവരും പഴയ സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുന്നവരല്ലേ? ഞാൻ ക്രിസ്തുവിനെ നേടിയപ്പോൾ ഞാൻ ഇതെല്ലാം ഉപേക്ഷിച്ചു, എനിക്ക് ലാഭമായിരുന്നൊക്കെ ഞാൻ എല്ലാം നഷ്ടമെന്നേണ്ടി. പക്ഷെ ഓരോ ദിവസവും നമുക്ക് പുതിയ പുതിയ സാക്ഷ്യങ്ങളുണ്ടോ? പുതിയ പുതിയ സാക്ഷ്യങ്ങൾ ഉണ്ടാകണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്താ വലിയ സാക്ഷ്യം? ഞാൻ രോഗത്തിൽ നിന്ന് സൗഖ്യം പ്രാപിച്ച് എനിക്ക് വലിയ അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്ന അതാണോ സാക്ഷ്യം? ഒരിക്കലുമല്ല. അതൊക്കെ സാക്ഷ്യമാണ്. പക്ഷെ ഓരോ ദിവസവും നാം പാപത്തോട് പോരാടുന്ന എത്രത്തോളം നാം ശ്രദ്ധയുള്ളവരായിരിക്കും, എത്രത്തോളം വിജയിക്കുന്നവരായിരിക്കും എന്നതായിരിക്കണം നമ്മുടെ സാക്ഷ്യമെന്ന് പറഞ്ഞു. ഓരോ ദിവസത്തെയും സാക്ഷ്യം, നമ്മുടെ സാക്ഷ്യം പുതുകിക്കൊണ്ടേയിരിക്കണം. ഇന്നലത്തെ സാക്ഷ്യം നമ്മൾ പറയുന്നവരായി തീരരുത്. അപ്പോൾ പൗലോസ് പറയുകയാണ്, ഏതു വിധേനയും അവനെ അറിയേണ്ടതിന്, അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി അറിയേണ്ട, അവന്റെ കഷ്ടാനുഭവത്തിന്റെ കൂട്ടായ്മ അറിഞ്ഞിട്ട് അവനോട് അനുരൂപപ്പെട്ട്, അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ട് ഏത് വിധേനയും മരിച്ചവരുടെ പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ നിമിത്തം, ക്രിസ്തു നിമിത്തം എല്ലാം ചവറെന്ന് എണ്ണുന്നു. ഓക്കെ, നമുക്കും അങ്ങനെയുള്ള ഓട്ടത്തിലോ കാണാൻ ഓടുന്നത്, അങ്ങനെയുള്ള ഓട്ടത്തിൽ നാമും ആയിത്തീരണം. അടുത്ത വാക്യത്തിലേക്ക് പോകാം. ലഭിച്ചു കഴിഞ്ഞോ എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുവേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. ഇവിടെ പൗലോസിന്റെ മനോഭാവം വ്യക്തമാക്കിയാണ്. പൗലോസിന്റെ താഴ്മ നമുക്കിത് വാക്യത്തിൽ കാണുവാനായി. താൻ പ്രാപിച്ചു കഴിഞ്ഞോ എന്നോ തികഞ്ഞവനായി എന്നോ താൻ ഇത് കരുതുന്നില്ല. 11 നമ്മൾ പഠിച്ചത് ആ പുനരുത്ഥാനം പ്രാപിക്കണം. 12 പറയാണ് താൻ ഇതുവരെ പ്രാപിച്ചിട്ടില്ല. താൻ ഒരിക്കലും തികഞ്ഞവനാണെന്ന് കരുതുന്നില്ല. ആ ലക്ഷ്യത്തിനു വേണ്ടി താൻ ഓടുകയാണ്. ഒരിക്കലും താൻ പൂർണ്ണനാണെന്ന് കരുതുന്നില്ല. പൂർണ്ണത, ആ ക്രിസ്തുവിൽ പൂർണ്ണനായി തീരുക, പുനരുത്ഥാനത്തെ ശക്തി അറിയുക, പുനരുത്ഥാനം പ്രാപിക്കുക എന്നുള്ളത് തൻ്റെ ലക്ഷ്യമാണ്. ഇതുവരെ താൻ ആയിട്ടില്ല. നമ്മള് വചനമൊക്കെ വായിക്കുമ്പോൾ പല ഭാഗങ്ങളിലും നിങ്ങൾ ക്രിസ്തുവിൽ പൂർണ്ണരാണ് എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ അക്രിസ്തുവിൽ പൂർണ്ണരാണ്, പക്ഷെ നാം പ്രാക്ടിക്കലി പൂർണ്ണരല്ല. നാം ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത്. മത്തായി 5:48 നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്, നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണർ ആകുവേൻ. അപ്പം പരിപൂർണനായ ദൈവം തൻ്റെ മക്കളെല്ലാം അങ്ങനെയാകണം എന്ന് ആഗ്രഹിക്കുന്നു.
പാപമില്ലാത്ത മനുഷ്യർക്ക് മാത്രമേ അങ്ങനെ ആകുവാൻ സാധിക്കുകയുള്ളൂ. നാം എല്ലാവരും ആ പാപത്തിന്റെ സാമീപ്യത്തിൽ ജീവിക്കുന്നവരാണ്. ഒരിക്കൽ നാം പാപികളായിരുന്നു, ദൈവേഷ്ടത്താൽ കൃപയാൽ രക്ഷിക്കപ്പെട്ട പാപികളായി ഇന്ന് നാമും. പക്ഷെ ഓരോ ദിവസവും നാം പാപത്തിന്റെ എന്താ പറയുന്നത്, ആ സാമീപ്യത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിട്ടില്ല. എന്നിരുന്നാലും നമ്മുടെ ആ ദൈവത്തിന്റെ രാജ്യത്തുള്ള ലക്ഷ്യം, നമ്മുടെ സൽഗുണ പിതാവ് നമ്മുടെ സ്വർഗീയ പിതാവ് സൽഗുണ പൂർണ്ണനായിരിക്കുന്ന പോലെ നാമും സൽഗുണ പൂർണ്ണരാകുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക, ക്രിസ്തുവിന് അനുരൂപമായി തീരുക. നമ്മൾ ഈ വാക്യം ഇവിടെ പറയുമ്പോൾ ഞാൻ ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല എന്ന് പറയുമ്പോൾ ഫിലിപ്പിയിലെ ചില ആൾക്കാർ ചിലപ്പം തങ്ങൾ തികഞ്ഞവരാണ്, തങ്ങൾക്കെല്ലാം ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നവരായിരിക്കാം. അങ്ങനെ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ പോൾ പറയുകയാണ്, താൻ ഇതുവരെയും അങ്ങനെ ആയിട്ടില്ല, താൻ ലഭിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല, ഞാൻ അങ്ങനെ തികഞ്ഞവനായി എന്ന് ഞാൻ അറിയുന്നില്ല. പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് നോക്കുമ്പോൾ 30 വർഷം ദൈവത്തിന്റെ ശുശ്രൂഷയിലായിരുന്നവൻ, അനേകം സഭകൾ സ്ഥാപിച്ച് അനേകരെ ക്രിസ്തുവിലേക്ക് നയിച്ചവർ, ദൈവവചനത്തിൽ പ്രാവീണ്യമുള്ളവർ. എന്നിട്ടും നമ്മള് 2 കൊരിന്ത്യർ ലേഖനം വായിക്കുമ്പോൾ നാം പറയുന്നുണ്ട്, വെളിപ്പാടുകളുടെയും ദർശനങ്ങളുടെയും എല്ലാം പ്രാപിച്ചവൻ. എന്നിട്ടും പറയുകയാണ്, ഞാന് അതുവരെ എത്തിയിട്ടില്ല. നമുക്ക് ചുറ്റും പ്രത്യേകിച്ച് പുൾപിറ്റുകളൊക്കെ നോക്കുമ്പോൾ ഞാൻ എല്ലാം നേടിയെന്ന്, ക്രിസ്തുവിലെല്ലാം നേടിയെന്ന് പറയുന്നവരാണ് അല്ലേ. പൗലോസ് ഇത്രത്തോളം പറയുകയാണ്, താനും ഇതുവരെ ഒന്നും നേടിയിട്ടില്ല, ഞാന് അതിനുവേണ്ടി ഓടുകയാണ് ചെയ്യുന്നത്. നമ്മളിലേക്കും പൗലോസിലേക്കും നോക്കുക. നമ്മൾക്ക് താഴ്മയുള്ളവരാണോ, സൗമ്യതയുള്ളവരാണോ? ഇവിടെ തികഞ്ഞവനെന്ന് പറയുമ്പോൾ ക്രിസ്തുവിലെ ഓരോ വിശ്വാസിയും തികഞ്ഞവരാണ്, ക്രിസ്തുവിൽ തികഞ്ഞവരാണ്, ആ ക്രിസ്തുവിൽ പരിപൂർണരാണ്. നമ്മളൊരു എക്സാമ്പിൾ പറയാണ്, ഒരു ചെറിയ കുട്ടി ഒരു ഹ്യൂമൻ ബീങ് എന്ന നിലയിൽ പൂർണ്ണനാ അല്ലേ, ആ കുട്ടി എന്ന നിലയിൽ പൂർണ്ണനാ. പക്ഷെ വളർച്ചയിലേക്ക് വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ്, ആ പൂർണ്ണ പുരുഷത്വത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പൂർണ്ണ മനുഷ്യൻ എന്ന രീതിയിലേക്ക് ആയിത്തീരുക. അതുപോലെയാണ് ക്രിസ്തുവിലെ ഓരോ വിശ്വാസി. ക്രിസ്തുവിൽ തികഞ്ഞവരാണ്, രക്ഷയിൽ പൂർണ്ണരാണ്, പക്ഷെ ഓരോ ദിവസവും വളർന്നുകൊണ്ടേ ഇരിക്കുന്നു. ദൈവ പൈതൽ എന്ന എല്ലാ നിലകളിലും നാം പൂർണ്ണരാണെങ്കിലും ആ ക്രിസ്തുവിനുള്ള പരിജ്ഞാനത്തിൽ നാം മുതിർന്നുകൊണ്ടേ ഇരിക്കുക, വിശ്വാസത്തിൽ വളർന്നുകൊണ്ടേ ഇരിക്കുക. നമ്മള് എഫെസ്യ ലേഖനം പറയുന്ന പോലെ ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനായിട്ട് ഇടയായി തീരണം. അപ്പൊ ക്രിസ്തുവിന്റെ കാൽവറി ക്രൂശിലെ പൂർത്തിയാക്കപ്പെട്ട പ്രവൃത്തിയിൽ നാം എല്ലാവരും സമ്പൂർണരാണ്, പരിപൂർണരാണ്, ദൈവമക്കളായി തീർന്നു. പക്ഷെ ക്രിസ്തുവിന്റെ അനുരൂപതയിൽ നാം ഇതുവരെ ആയിത്തീർന്നിട്ടുണ്ടോ? ആയിത്തീർന്നിട്ടില്ല. അതിലേക്ക് നാം വളർന്നുകൊണ്ടേ ഇരിക്കുന്നു. അതിനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തളർന്ന് ഈ പാപ ലോകത്തിൽ ജീവിക്കുമ്പോൾ പാപത്തോടെ അനുരൂപപ്പെടാതെ അതിനെതിരായി ജീവിപ്പാൻ അതിനെ ശക്തി നൽകേണ്ടതിന് വേണ്ടി പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ ആക്കിയിരുന്ന് നമ്മെ ഓരോ ദിവസവും അതിനുവേണ്ടി അനുരൂപമാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ മാറ്റം സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ വചനം പഠിക്കുമ്പോഴും ദൈവത്തിന്റെ ആത്മാവിനനുസരിച്ച് ജീവിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇല്ലാത്തൊരു മാറ്റമൊന്നും കാണുകയില്ല. പക്ഷെ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോഴും ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാലും നമ്മൾ ഓരോ ദിവസവും മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നവർ. അപ്പോൾ നമ്മുടെ ആത്യന്തികമായ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ പുനരുത്ഥാനം പ്രാപിക്കുക, മറ്റൊന്നിടന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കുക എന്നുള്ളതാണ്. ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ് നമ്മുടെ ഫിനിഷിംഗ് പോയിന്റ് എന്ന് സ്വർഗമാണ്, ക്രിസ്തുവിന്റെ അനുരൂപതയാണ്. നമ്മളാരും തികഞ്ഞവരായിട്ടില്ല, പക്ഷെ നാം പെർഫെക്ഷനിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ്, അതിനുവേണ്ടി ശ്രമിക്കുന്നവരാണ്. പോള് പറയുകയാണ്, നമ്മൾ 1 കൊരിന്ത്യർ 10:12 ഇങ്ങനെ പറയുന്നു, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കട്ടെ. അപ്പോൾ പറയുന്നു, ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടതുകൊണ്ട് എനിക്കും പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നേ ഉള്ളൂ. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല. എനിക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടില്ല, ഞാൻ തികഞ്ഞവനായി തീർന്നിട്ടില്ല. ഞാൻ ക്രിസ്തുവേശുവിനാൽ പിടിക്കപ്പെട്ടവനിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നേ ഉള്ളൂ. പൗലോസ് പറയാൻ, ഞാൻ പിന്തുടരുന്നതേ ഉള്ളൂ. ഇംഗ്ലീഷ് പറയുമ്പോൾ ബട്ട് ഐ പ്രസ് ഓൺ, എൻ്റെ ഓട്ടം ഞാൻ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു.
പിന്തുടരുക എന്ന് പറയുമ്പോൾ പോരാടുക എന്ന അർത്ഥമാണ് അതിനായിട്ടുള്ള. അപ്പൊ ശക്തിയായി പിന്തുടരുക, 3:6 താൻ ഈ വാക്ക് തന്നെയാണ് ഉപയോഗിച്ചത്. 3:6 നമ്മൾ കണ്ട എന്താ? അശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, അശുഷ്കാന്തിയോടെ സഭയെ ഉപദ്രവിച്ചല്ലേ. എങ്ങനെയെങ്കിലും ഒരു യഹൂദൻ പോലും ക്രിസ്ത്യാനിയായി തീരാതിരിക്കാൻ വേണ്ടി താൻ എങ്ങനെയെങ്കിലും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. സഭയെ ഉപദ്രവിച്ചു, ക്രിസ്ത്യാനികളെല്ലാം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു അവിടെ പറഞ്ഞത്. അപ്പൊ ആ മുൻപ് ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കാൻ വേണ്ടി താൻ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. ഇന്ന് ക്രിസ്തുവിനെ അതേ ശക്തിയോടെ ക്രിസ്തുവിനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. നമുക്കറിയാം, സ്നേഹത്തിനാണോ കോപത്തിനാണോ ശക്തി കൂടുതൽ വരുന്നത്? കോപിക്കുമ്പോഴാണ് നമ്മുടെ ശക്തിയെല്ലാം കൂടുതൽ നമ്മൾ എടുക്കുന്നത്, അല്ലേ? സ്നേഹിക്കുമ്പോൾ നമുക്ക് അത്ര ശക്തിയൊന്നും വരത്തില്ല, പക്ഷെ തിരിച്ചാ വരേണ്ടതല്ലേ കോപം. അപ്പൊ ആ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിന് വേണ്ടി താൻ എത്ര ശക്തി എടുത്തോ, അതേ ശക്തിയോടെ ക്രിസ്തുവിനെ പിന്തുടരുന്നതിന് വേണ്ടി ആ ശക്തിയോടെ താൻ പോകുന്നു, താൻ പിന്തുടരുന്നു. ഐ പ്രസ് ഓൺ, ഞാൻ വേട്ടയാടുകയാണ്, ശക്തിയായി പിന്തുടരുകയാണ് എന്ന് പറയുന്നു. താൻ അത് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു, അതിനായി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. തൻ്റെ വളർച്ചയിൽ താൻ തൃപ്തനല്ല, വീണ്ടും തനിക്ക് വളരണം, ക്രിസ്തുവിൽ വളരണം. ഓരോ ദിവസവും അതിനുകൊണ്ട് താൻ അധ്വാനിച്ചുകൊണ്ടേയിരിക്കുന്നു. കലപ്പയ്ക്ക് കൈവച്ച ശേഷം താൻ പുറകോട്ട് പോകുന്നില്ല, മുമ്പോട്ട് തന്നെ ഓടുന്നു. ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ വേണ്ടി താൻ യാത്ര തുടരുകയാണ് ചെയ്യുന്നത്. റേസിൽ ബാറ്റൺ കൈമാറുന്നത് പോലെ ഒരു ബാറ്റൺ ഒരാളിൽ നിന്ന് മറ്റുള്ള എത്ര ശക്തിയോടാ ഓടുന്നല്ലേ, അതേ രീതിയിലാണ് പൗലോസ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ ക്രിസ്തുവിനെ പിടിക്കാമോ എന്ന് വെച്ച് ഓടിക്കൊണ്ടേയിരിക്കുന്നു. പൗലോസ് 1 കൊരിന്ത്യർ 9 പറഞ്ഞു, ഞാൻ ആകാശത്തെ കുത്തുന്നത് പോലെയല്ല മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും ഒന്നുമല്ല, ആകാശത്തെ എനിക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ ആ വിരുദിനായി ഓടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നിശ്ചയദാർഢ്യത്തോടെയാണ് താൻ ഓടിക്കൊണ്ടേ ഇരിക്കുക എന്ന് പറയുന്നത്. അപ്പം താൻ ക്രിസ്തുവിനെ പിടിക്കാൻ പിന്തുടരുന്നതിന്റെ കാരണം എന്താ? ക്രിസ്തു തന്നെ പിടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വലിയൊരു ലാംഗ്വേജ് അപ്പോൾ പൗലോസ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിനെ പിടിക്കാനായിട്ട് ഞാൻ ഓടുക, പിന്തുടരുക, ആ ശക്തിയോടെ ഓടുക. പക്ഷെ എന്താ കാരണം? ക്രിസ്തു എന്നെ പിടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ക്രിസ്തുവിനാൽ അങ്ങനല്ലേ, ക്രിസ്തുവേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഓടുന്നതേ ഉള്ളൂ. അപ്പൊ പിടിച്ചു, ബലമായി പിടിച്ചിരിക്കുകയാണ്. ഈ അറസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ലാംഗ്വേജ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ക്രിസ്തു എന്നെ പിടിച്ചു. എപ്പോഴാ പൗലോസിനെ ക്രിസ്തു പിടിച്ചത്? ദമസ്കോസിന്റെ പടിവാതിൽ വെച്ച് ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടവരായി തീർന്നല്ലേ. ക്രിസ്തുവിനാല് പൗലോസ് പിടിക്കപ്പെട്ടോ പൗലോസിന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റത്തില്ലായിരുന്നല്ലേ. എന്താ, കാഴ്ച പോലും നഷ്ടപ്പെട്ട ഒരവസ്ഥയിലായി. ക്രിസ്തുവിനെ കൂടാതെ അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പോലും വയ്യാത്ത ഒരവസ്ഥയിലായി താൻ തീരുകയാണ് ചെയ്യുന്നത്. അപ്പം പൗലോസ് പോയി തേടി പിടിച്ചതാണോ ക്രിസ്തുവിനെ? ഒരിക്കലും അല്ല. ക്രിസ്തു പൗലോസിനെ തേടിയെത്തിയല്ലേ. നമ്മളെ ഓരോരുത്തരെയും ക്രിസ്തു തേടിയെത്തി. നാം ദൈവത്തെ പോയി പിടിച്ചതല്ല. നാം ആയിരിക്കുന്ന അവസ്ഥയിൽ വീടിന്റെ ഉൾമുറിയിലേക്ക് കർത്താവായ ദൈവം നമ്മെ തേടിയെത്തിയ ക്രിസ്തുവിനാൽ നാം ഓരോരുത്തരും പിടിക്കപ്പെട്ടവരാണ്. അപ്പൊ എന്തിനാ നമ്മളിപ്പോ പറയുന്നുണ്ട്, എന്തിനാ പിടിക്കപ്പെട്ടത്? വെറുതെ രക്ഷിക്കാൻ മാത്രമല്ല ദൈവം നമ്മെ പിടിച്ചത്, അല്ലേ? പൗലോസിനെ വിളിച്ചപ്പോൾ പൗലോസിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 9:15-16. കർത്താവ് അവനോട്, നീ പോക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും, അന്യാസിനോട് പറയുന്ന, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുൻപിൽ വായിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. എൻ്റെ നാമത്തിനു വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കുമെന്ന് പറഞ്ഞു, അല്ലെ? പൗലോസിനെ തെരഞ്ഞെടുത്ത് എന്തിനു വേണ്ടിയാ? ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിപ്പാനാ, അനേകരെ ക്രിസ്തുവിലേക്ക് നേടുകാനാ. അത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മോട് ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് നമുക്കിപ്പം ഓരോ കഷ്ടങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നമുക്ക് വിഷമമാണല്ലേ. നമ്മളും പൗലോസിനെ വിളിച്ചപ്പോൾ അനനിയാസ് പറഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തിൽ ലൂക്കോസ് അവിടെ എഴുതി വെച്ചത് കൊണ്ട് നമുക്ക് മനസ്സിലായി പൗലോസിനെ അതിനാ വിളിച്ചതെന്ന്. പക്ഷെ നമ്മുടെ ജീവിതത്തില് ദൈവം നമ്മെ എന്തിനാ പിടിച്ചത്? എങ്ങനെയാ നാം അത് മനസ്സിലാക്കുന്നത്? നാം വചനം വായിക്കുമ്പോൾ, നാം ദൈവത്തോട് കൂടെ ഇരിക്കുമ്പോൾ, ദൈവം നമ്മോട് ഓരോരുത്തരോടും പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്. നമ്മെ വിളിച്ചത് എന്തിനു വേണ്ടിയിട്ടാ, അല്ലേ?
നമ്മളത് മനസ്സിലാക്കണം. നമ്മെക്കുറിച്ചുള്ള ദൈവേഷ്ടം മനസ്സിലാക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത്, അല്ലേ? അങ്ങനെ അങ്ങനെ നാം പഠിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ അത് അറിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് മാറ്റം വരും. എത്രത്തോളം കഷ്ടങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നു പോയാലും, എതിരുകൾ ഉണ്ടായാലും, ഇവിടെ തടവ് പോലും ആയിരിക്കുന്ന അവസ്ഥയില് പൗലോസിനറിയാം താൻ സുവിശേഷം പ്രസംഗിക്കുക, ജാതികളോട് സുവിശേഷം അറിയിക്കുക, ആ ഒരു ഉദ്ദേശത്തോടെ താൻ ദൈവം പിടിച്ചത്. ആത്യന്തികമായ രക്ഷ ഉണ്ട്, ക്രിസ്തുവിനോട് കൂടെ ഇരിക്കാൻ. പക്ഷെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ പുനരുദ്ധാനമൊക്കെ പ്രാപിക്കും. പക്ഷെ ഇപ്പോഴത്തെ ആ ഉദ്ദേശം നിവർത്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ അവസ്ഥയിലായിരിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ദൈവം നമ്മെക്കുറിച്ചെല്ലാം ആഗ്രഹിക്കുന്ന ദൈവത്തോട് കൂടെ ഇരിക്കാനാ. പക്ഷെ അതിനു വേണ്ടി ഒരു ട്രെയിനിങ് പീരീഡ് നമുക്ക് നൽകിയിട്ടുണ്ട്. നാം ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ജോലിക്ക് നമ്മെ എടുത്തത് നമ്മുടെ നമ്മുടെ ആ ക്വാളിഫിക്കേഷൻസ് ഒക്കെ കൊണ്ടാണ് എടുത്തത്. പക്ഷെ ക്രിസ്തുവിലേക്ക് വരുമ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷൻ നമ്മുടെ പാപം മാത്രമേ ഉള്ളൂ. നാം പാപികളാണെന്ന് സമ്മതിക്കുക മാത്രമേ ഉള്ളൂ. പക്ഷേ ആ പാപങ്ങളെയൊക്കെ ക്ഷമിച്ചിട്ട് നമ്മെ ക്രിസ്തു വീണ്ടെടുത്ത് തന്നിലേക്കാക്കുമ്പോൾ ഒരു ട്രെയിനിങ് പീരീഡ് ഒരു 50, 60, 70 വർഷം വെച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തില്. നമ്മൾ ജോലിയിൽ പ്രവേശിച്ച ഒരു പ്രൊബേഷൻ പീരീഡിൽ നമ്മൾ അതിൽ വിജയിച്ചാൽ മാത്രമേ നമ്മളെ പെർമനന്റ് ആയിട്ട് അവർ ജോലിക്ക് വെക്കുകയുള്ളൂ. ഈ ലോകത്തിൽ അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആ വർഷങ്ങൾ, അല്ലെങ്കിൽ ആ ദിവസങ്ങൾ, അല്ലെങ്കിൽ ആ മാസങ്ങൾ നാം എങ്ങനെ ജീവിച്ചു, അത് ദൈവം നമ്മെക്കുറിച്ചും ആഗ്രഹിക്കുന്നു. ഈ ലോകത്തിലെ നമ്മുടെ എന്താ പറയുന്നത്, എംപ്ലോയേഴ്സ് ഒക്കെ നമ്മെക്കുറിച്ച് അങ്ങനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്ന് നമുക്ക് വേണ്ടി യാഗമാക്കി തീർത്ത സ്വർഗസ്ഥനായ പിതാവ് നമ്മെക്കുറിച്ച് എത്രത്തോളം ആഗ്രഹിക്കുമല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിത ലക്ഷ്യം മനസ്സിലാക്കുവാനായിട്ട് നമ്മുടെ ആ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയും നമ്മുടെ ജീവിത ലക്ഷ്യം അതായി തീരുവാനും നമുക്ക് കഴിയും. അതുപോലെ തന്നെ ഗലാത്യർ 1:15-16 പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, എന്നെ കർത്താവ് വിളിച്ച ദമസ്കോസിന്റെ പടിവാതിൽ വെച്ചല്ല, എന്നെ വിളിച്ചത് എൻ്റെ ജനനത്തിന് മുമ്പേ ദൈവം എന്നെ വിളിച്ചു. നമ്മളൊക്കെ പറയും നമ്മൾ ഈ സമയത്താ ദൈവത്തിങ്കിലേക്ക് വന്നത്. പക്ഷെ അതിനു മുമ്പേ ദൈവം നമ്മെ കണ്ട്. എഫെസ്യ ലേഖനം നമ്മൾ പഠിച്ചതല്ലേ, വായിക്കായി. ഗലാത്യർ 1:15-16 എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ചു തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തൻ്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് എന്നെ വിളിച്ചത് എൻ്റെ ജനനം മുതൽ. എഫെസ്യ ലേഖനത്തിൽ പഠിച്ചല്ലേ, അതിലല്ല, അതിനു മുമ്പേ, ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ ദൈവം ക്രിസ്തുവിൽ തെരഞ്ഞെടുത്ത, നമ്മെ ഓരോ സമയത്തേക്ക് ദൈവം വിളിച്ചു തന്റെ മക്കളാക്കി തീർത്തു. അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മള് യോഹന്നാൻ സുവിശേഷം 15:16 ഇങ്ങനെ വായിക്കുന്നുണ്ട്, നാം ദൈവത്തെ തിരഞ്ഞെടുത്തതല്ല, ഇവിടെ പറയുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. ദൈവം തിരഞ്ഞെടുത്ത എന്തിനാ? നമ്മൾ ഫലം കായ്ക്കുക എന്താന്നൊക്കെ നമുക്കറിയാം, നമ്മൾ പഠിച്ചതാ അല്ലേ? ആത്മീയമായ ഫലം നാം കായ്ക്കണം. എന്നിട്ട് ആ ഫലം ഒരിക്കൽ കായ്ച്ചു മാത്രമല്ല, അത് എന്നേക്കും നിലനിൽക്കണം. ആ ഫലം നിലനിൽക്കേണ്ടതിനാണ് നമ്മെ ആക്കി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം പൗലോസ് പറയുകയാണ്, ക്രിസ്തു എന്നെ പിടിച്ചു. എന്തിനു വേണ്ടി എന്നെ പിടിച്ചു? അതുകൊണ്ട് ആ പിടിച്ച ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്തുവാനായിട്ട് ഞാനതിനെ പിന്തുടരുന്നേ ഉള്ളൂ. ഞാനതിനെ എത്തിയിട്ടില്ല, ഞാൻ പിന്തുടരുന്നതേ ഉള്ളൂ. ഞാൻ ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി തീരുന്നു എന്നോ അല്ല, ഞാൻ പിന്തുടരുന്നതേ ഉള്ളൂ. അതിനുവേണ്ടി ഞാൻ വേട്ടയാടുന്നത് പോലെ ആ പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. നമ്മൾ കൊലോസ്യലേഖനത്തിൽ പഠിക്കുന്നത് പോലെ തന്നെ അങ്ങനെ പറയുന്നത്. അപ്പം ആ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷ ആകസ്മികമായിട്ടുള്ളതല്ല. ദൈവം നമ്മെ ലോകസ്ഥാപനത്തുമ്മേ തെരഞ്ഞെടുത്ത് ആക്കിയല്ല, വെറുതെ രക്ഷയ്ക്കായി വിളിച്ച് നമ്മെ ആ സ്വർഗത്തിൽ കൊണ്ടുപോകാനും ആക്കിയിരിക്കുന്നതല്ല. നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. തന്റെ പുത്രനോട് എല്ലാവരും അനുരൂപമായി തീരുക എന്നാണ് കർത്താവിന്റെ ഇഷ്ടമെങ്കിൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നാം എങ്ങനെയായിരിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുപോലെ ആയി തീരുവാനായിട്ട് പൗലോസിനെ പോലെ നാമും പിന്തുടരുക. ഇതിവിടെ ദൈവത്തിന്റെ കൃപയും
മനുഷ്യന്റെ ഉത്തരവാദിത്വം നമുക്ക് മനസ്സിലാക്കുവാൻ കർത്താവ് എന്നെ പിടിച്ചു, ഞാനിനി പിന്തുടരുകയുള്ളൂ. നമ്മള് രണ്ടാം അധ്യായത്തിൽ പഠിച്ചു. എന്തു പഠിച്ചത്? ആ അവിടെ പഠിച്ചായിരുന്നു. ഞാൻ രക്ഷയ്ക്കായി ഓടുകയാണ്, എൻ്റെ രക്ഷ പ്രവർത്തികമാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അത് ദൈവമാണ് എന്നിൽ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. എന്നെ ദൈവം രക്ഷയ്ക്ക് വിളിച്ചു, അതിൻ്റെ പ്രവൃത്തി ഞാൻ ചെയ്യണം. എന്നാൽ ആ പ്രവൃത്തി ചെയ്യാനുള്ള ശക്തി ദൈവം എനിക്കാണ് തരുന്നത്. നമ്മളവിടെ പഠിച്ചായിരുന്നല്ലോ അല്ലേ? അപ്പൊ ഇവിടെ ക്രിസ്തു എന്നെ പിടിച്ചു. ക്രിസ്തു ഇല്ല, ദൈവത്തിന്റെ കൃപ. ക്രിസ്തു എന്നെ പിടിച്ചു, ക്രിസ്തു ആരംഭിച്ചു, ക്രിസ്തു വിളിച്ചു, ക്രിസ്തു ശക്തി തരുന്നു. നമ്മുടെ ഭാഗം എന്താ? നാം പിന്തുടരണം, നാം ഓടണം, നാം പരിശ്രമിക്കണം, നാം മുറുകെ പിടിക്കണം ഏത് വിധേനയും, അല്ലെ? അതിൽ ഏറ്റവും വലുതേതാ? ക്രിസ്തു. ദൈവത്തിന്റെ ഭാഗമാണോ നമ്മുടെ ഭാഗമാണോ വലുത്? രണ്ടും ഒരുപോലെ വലുതാണ്. രണ്ടിനെയും കുറച്ച് കാണിക്കാനായിട്ട് ഒക്കെയില്ല. അപ്പൊ നമ്മള് പണ്ടത്തെ പായ്ക്കപ്പൽ പോലെ, കപ്പലും കാറ്റും പോലെ. കാറ്റില്ലാതെ കപ്പലിന് ഓടുവാൻ കഴിയുകയില്ല. കാറ്റുണ്ടായാലും കപ്പലിന്റെ പായ് വിടർന്നില്ലെങ്കിൽ അത് ഓടുവാനായിട്ട് കഴിയുകയില്ല. രണ്ടും ഒരുപോലെ ആണ്. പൗലോസ് 1 കൊരിന്ത്യർ 15:10 ഇങ്ങനെ പറയുന്നു, അവരിൽ അധികമായി ഞാൻ അധ്വാനിച്ചു, പക്ഷെ ഞാനല്ല. ആരാ അധ്വാനിച്ചത്? എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രേ. എന്നോട് കൂടെയുള്ള ദൈവകൃപ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ അധ്വാനിച്ചത് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. ഇവിടെ പറയുന്നു, ഞാൻ പിന്തുടരുന്നു, കർത്താവ് എന്നെ പിടിച്ചിരിക്കുന്നു, ഞാൻ അതിലേക്ക് ഓടുകയാണ്. നാം തൃപ്തരാണോ? നമ്മളുടെ ആത്മീക വളർച്ചയിൽ, നമ്മുടെ വിശ്വാസത്തിൽ ഓരോ ദിവസവും പാപത്തോട് പോരാടുന്ന തൃപ്തരാണോ? നാം പൂർണ്ണരായി എന്ന് നാം വിചാരിക്കുന്നുണ്ടോ? ഇല്ല. നാം നമ്മൾ നമ്മെ തന്നെ നോക്കാം. നാം ഓടുകയാണോ? നാം നടക്കുകയാണോ? അതോ ആ നിന്ന നിലയിൽ തന്നെ നിൽക്കുകയാണോ? അതോ ഞാൻ പിന്നോട്ട് പോയിട്ടുണ്ടോ? ലവോദിക്ക സഭയെ പോലെ എന്താ പറയുന്നേ, ഞാന് ശീതവാനോ ഉഷ്ണവാനോ അല്ല. അല്ലെങ്കിൽ ശീതവാനോ ഉഷ്ണവാനാണെങ്കിൽ കൊള്ളായിരുന്നു, പക്ഷെ അതൊന്നുമല്ല. ശീതോഷ്ണവാനാണോ? അതൊന്നുമല്ല. നമ്മുടെ ഓടുന്നതിന്റെ ലക്ഷ്യം എന്താണ്? നമ്മുടെ ഓട്ടത്തിന്റെ ലക്ഷ്യം എന്താണ്? സുവിശേഷം പറയാനാണോ? വിശുദ്ധരാകാനാണോ? അതെല്ലാം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നല്ല പ്രവൃത്തി ചെയ്യുവാൻ, ക്രിസ്തുവിനെ പോലെ ആകുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പം പൗലോസ് പറയുന്നുണ്ട് ഇവിടെ, എന്താ പറഞ്ഞ, എനിക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല. നമ്മളെക്കുറിച്ചും നമുക്കൊന്ന് പറയാൻ കഴിയാം. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല. ഞാൻ ക്രിസ്തുവേശുവിനാൽ പിടിക്കപ്പെട്ടത് കൊണ്ട് എനിക്കും പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നേ ഉള്ളൂ. ഇതുവരെ നമ്മൾ അങ്ങനെ ആകുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഓരോ ദിവസവും നമ്മൾ വചനം കേൾക്കുമ്പോൾ നമ്മളുടെ അതിനോടുള്ള അധികം അതിൽ വർദ്ധിച്ചു വരണം. നമ്മളുടെ ഒരു ആഗ്രഹം കൂടിക്കൊണ്ടേ ഇരിക്കണം. ഇനി 13-ാമത്തെ വാക്യത്തിലേക്ക്, സഹോദരന്മാരെ നാം പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. അതിനുവേണ്ടി എങ്ങനെ ഓടണമെന്നാണ് 13ഉം 14ഉം വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. സഹോദരന്മാരെ ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവെളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. എങ്ങനെയാ നാം ഓടേണ്ടത്? ഞാൻ പിടിച്ചിരിക്കുന്നില്ല, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ഞാൻ ഓടുകയാണ് ചെയ്യുന്നത്. താൻ ഒന്ന് ചെയ്യുന്നു, തനിക്ക് ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഒന്നിലേ താൻ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അത് താൻ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും തൻ്റെ ഫോക്കസ് ഒന്നാണ്, ആ ക്രിസ്തുവിനോട് അനുഭവപ്പെടുക, ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. നമ്മൾ ലൂക്കോസ് 10:10 മാർത്ത മറിയയെ കുറിച്ചോട് പറയുന്നുണ്ട്. കർത്താവ് പറയുന്നുണ്ട്, മാർത്തയോട് പറയുന്നുണ്ട്, പല കാര്യങ്ങളെക്കുറിച്ച് നീ വിചാരപ്പെടുകയല്ല. പല കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷെ അവിടെ ഒരാളെ പറ്റി പറയുന്നുണ്ട്, മറിയ ഒരു കാര്യമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്തുവാ? യേശുവിൻ്റെ കാൽക്കൽ ഇരിക്കുക. ഒരേ സമയം തന്നെ 10 കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുകയില്ല. കഴിയാൻ സാധിക്കുമായിരിക്കും, പക്ഷെ ഒന്നിലും പൂർണ്ണരായി, ഒന്നിലും തന്നെ പെർഫെക്റ്റ് ആയി തീരുവാനായിട്ട് കഴിയുകയില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ പല കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും, പക്ഷെ നമ്മുടെ ലക്ഷ്യം മറന്നു പോകാതെ നാം ചെയ്താൽ മാത്രമേ മുമ്പോട്ട് പോകുവാൻ കഴിയാത്തുള്ളൂ. അപ്പം നമ്മുടെ ജീവിതത്തിലെല്ലാം പലതുണ്ടെങ്കിലും നമ്മുടെ ലക്ഷ്യം ഒന്ന് മാത്രമായിരിക്കുന്നുണ്ട്, അല്ലെ? ആയിരിക്കണം. അത് നമ്മുടെ തെരഞ്ഞെടുപ്പ് ഏതാ ആ ഒന്നെന്ന് തീരുമാനിക്കുന്നതാണ്. നമ്മുടെ തെരഞ്ഞെടുപ്പാണ് അവിടെ വലുത്. നാം എന്തിനു വേണ്ടിയിട്ടാണ് പോരാടുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് നാം ജീവിക്കുന്നത്? നമുക്ക് പല കാര്യങ്ങൾ നാം ചെയ്യുന്നുണ്ട്, പക്ഷെ എല്ലാത്തിൻ്റെയും ലക്ഷ്യം ഒന്നായിരിക്കണം, ക്രിസ്തുവിനെ അറിയുക, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളരുക.
നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വലുത് പണമാണോ, മാനമാണോ, കുടുംബമാണോ, ശുശ്രൂഷയാണോ വലുത്, അതിലെല്ലാം ഉപരിയായി നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലുത് ക്രിസ്തുവായിരിക്കണം. നമ്മൾ പുതിയ നിയമത്തിൽ എങ്ങനെ പറയുന്നുവെങ്കിലും ക്രിസ്തുവിനെ അറിയുക, ക്രിസ്തുവിനോട് കൂടെ. പക്ഷെ പഴയ നിയമത്തിലും വിശുദ്ധന്മാർ അങ്ങനെയായിരുന്നു അവർ ജീവിച്ചിരുന്നത്. നമ്മൾ ദാവീദിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ സങ്കീർത്തനങ്ങൾ 27:4 ഇങ്ങനെ ദാവീദ് പറയുന്നുണ്ട്, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ. അവരറിഞ്ഞ വിശ്വാസത്തിൽ യഹോവയുടെ മനോഹരത്വം കാണും ഒന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണണം, അവന്റെ മന്ദിരത്തിൽ ധ്യാനിക്കണം, എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ. അല്ലേ? അപ്പൊ ആ ഒന്നിനെ ആയിരിക്കണം നാം പിന്തുടരേണ്ടത്. അപ്പം ആ ഒന്നിനെ പിന്തുടരണമെങ്കിലും, ആ ഒന്നിനായി നാം പോരാടണമെങ്കിലും, ആ ഒന്നിനെ പിടിക്കണമെങ്കിലും, ആ ഒന്ന് ലഭിക്കണമെങ്കിലും പലതും നമ്മുടെ ജീവിതത്തിൽ നാം ത്യജിക്കേണ്ടതായിട്ട് വരും. ഏറ്റവും നല്ലതിനെ മുറുകെ പിടിക്കണമെങ്കിൽ പലതും നാം ത്യജിക്കേണ്ടതായിട്ട്. നമുക്കറിയാം, രണ്ട് സാധനങ്ങൾ നമുക്ക് ഒരു കയ്യിൽ വെക്കാൻ, ചെറിയ ചെറിയ സാധനങ്ങൾ നമുക്ക് വെക്കാൻ കഴിയും. പക്ഷെ രണ്ട് സാധനങ്ങൾ ഒരുപോലെ നമുക്ക് പിടിക്കാനായിട്ട് കഴിയത്തില്ല. ഏറ്റവും നല്ലതിനെ മുറുകെ പിടിക്കണമെങ്കിൽ ബാക്കിയുള്ളതിനെയൊക്കെയും നാം ത്യജിക്കേണ്ടതായിട്ട് വരും. ഓട്ടക്കളത്തില് ഓടുന്നവരെ പോലെ പിന്നിലോട്ട് നോക്കുവാനായിട്ട് പാടില്ല, സൈഡിലോട്ട് നോക്കുവാൻ പാടില്ല. കാരണം ട്രാക്ക് തെറ്റിപ്പോവും. അല്ലെങ്കിൽ പിമ്പോട്ട് നോക്കിയാൽ നമ്മുടെ ലോത്തിന്റെ ഭാര്യയെ പോലെ ഉപ്പുതൂണായിട്ട് മാറിപ്പോകും. തിരിച്ചു പോകുവാനായിട്ട് ഒരിക്കലും കഴിയുകയില്ല. ആ ഓട്ടക്കളത്തിൽ ഓടുന്നവർ ബിരുദോടെ ഓടുന്നത് പോലെ, മുമ്പോട്ട് ലക്ഷ്യം നോക്കി ഓടുന്നത് പോലെ ആയിരുന്നാൽ മാത്രമേ ആ പരമമായ ലക്ഷ്യത്തിലേക്ക് നമുക്ക് പരമമായ ലക്ഷ്യം ഉണ്ടായിരിക്കണം. നമുക്കത് അറിയണം. അറിഞ്ഞ ആ പരമമായ ലക്ഷ്യത്തിന് വേണ്ടി നാം ഓടുന്നവര് ആയിരിക്കണം. പിമ്പിലുള്ളതിനെ മറന്ന് ഓടണം. പിമ്പിലുള്ളതിനെ മറന്നു പറഞ്ഞാൽ ഭൂതകാലത്തെ മറക്കണം. ഓർമ്മയിൽ നിന്ന് നാം മറന്നു കളഞ്ഞു എന്നല്ല, അത് മനഃപൂർവ്വം നാം ഓർക്കാതിരിക്കണം. കാരണം നമുക്ക് പല കാര്യങ്ങളും ഓർമ്മയുണ്ടെങ്കിലും പക്ഷെ ചിലതും നമ്മൾ മനഃപൂർവ്വം വെച്ച് പെരുമാറുന്നുണ്ട്. പക്ഷെ അത് മനഃപൂർവ്വം നാം ത്യജിക്കുന്നവരായിരിക്കണം. നമ്മൾ ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയുമ്പോൾ മിസ്രൈമിൽ നിന്ന് അവരെല്ലാം പുറപ്പെട്ടിങ്ങു കനാൻ ദേശത്ത് എത്തിയില്ല, മരുഭൂമിയിലെത്തി. ചെങ്കടൽ കടന്നു എത്തിയെങ്കിലും എന്തോ ഉണ്ടായിരുന്നു, മിസ്രൈം അവരുടെ മനസ്സിലുണ്ടായിരുന്നു. നമ്മൾ അതുപോലെ ആയിരിക്കരുത്. നമ്മൾ മിസ്രൈം മുഴുവനായും മറന്നു കളഞ്ഞിട്ട് ആ കനാൻ ദേശത്തിന് വേണ്ടി ഉറ്റുനോക്കുന്നവരായിരിക്കണം. നാം മുമ്പേ എന്തിലാ പോകുന്നത്? കനാൻ ദേശം, ആ പാലും തേനും ഒഴുകുന്ന ദേശം ദൈവം കൈവശമാക്കുവാനായിട്ട് ഇസ്രായേൽ മക്കളെ വിളിച്ചതാണ്, അല്ലെ? അതിനെ മുന്നേ കണ്ടുകൊണ്ടാ ആ മോശയൊക്കെ പറഞ്ഞത്. അതെല്ലാം കേട്ട് ആ സന്തോഷത്തോടെ ഇറങ്ങി പുറക്കട്ടെ. പക്ഷെ ആ മരുഭൂമിയിലെ ചില അനുഭവങ്ങൾ മൂലം, ആ കഠിനകരമായ അനുഭവങ്ങൾ മൂലം, പക്ഷെ ആ പഴയതിലേക്ക് അവർ തിരിച്ചു പോകുന്ന, മിസ്രൈം അവരിൽ നിന്ന് വിട്ടുപോയിട്ടില്ലാത്തതിന് ആ കനാൻ ദേശത്തിന്റെ സന്തോഷം അവർക്ക് അനുഭവിക്കാനായിട്ട് ഒരിക്കലും കഴിഞ്ഞില്ല. ദൈവത്തിന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. നമ്മളും ആ ദൈവത്തിന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കണമെങ്കിൽ പിമ്പുള്ളതിനെല്ലാം മറന്നിട്ട് മുമ്പിലുള്ള ആ ദൈവത്തിന്റെ ലാക്കിലേക്ക് ഓടേണ്ടതായി തീരുന്നു. അപ്പം പൗലോസ് മുറുകെ പിടിച്ചിരുന്ന പല കാര്യം 3:4-6 വരെ തനിക്ക് പറഞ്ഞു. യഹൂദൻ എന്ന നിലയിൽ തനിക്കുണ്ടായിരുന്നു ന്യായപ്രമാണത്തിന്റെ നിമിത്തം തനിക്ക് നേടിയത് എല്ലാം താൻ ക്രിസ്തുവിന് വേണ്ടി എല്ലാം ചെയ്ത എല്ലാ ശുശ്രൂഷയും താൻ മറന്നു. പിന്നിലുള്ള തൻ്റെ പരാജയങ്ങളെ മറന്നു, തൻ്റെ കഷ്ടാനുഭവങ്ങളെ മറന്നു, ഉപദ്രവങ്ങളെയൊക്കെ മറന്നു. ആ മറന്നത് എന്തിനു വേണ്ടിയിട്ടാ? മുന്നിലുള്ള ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ്. അതെന്താണ്? ക്രിസ്തുവിന്റെ പരമബലിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നുണ്ട്. പറയുന്ന ഐ പ്രസ് ടുവേഴ്സ് ദ ഗോൾ. വേഗത കുറയാതെ സ്ഥിരതയോടെ ഓടുകയാണ്. നമുക്കറിയാം, ഈ ഓട്ടക്കളത്തിൽ ഓടുന്ന ഏറ്റവും മുമ്പിൽ എത്താൻ ശ്രമിക്കുക അവരുടെ ശരീരം അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് നീട്ടിയാ ഓടുന്നതല്ലേ? ആ മുമ്പിലോട്ട് വെച്ച് ഓടുന്നത് പോലെ താനിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ഓട്ടക്കളത്തിൽ ഒരിക്കലും തനിക്കൊരു വേഗത കുറയില്ല, സ്ഥിരതയോടെ ഓടുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്തിനു വേണ്ടിയാ ഓടുന്നത്? മുമ്പിലുള്ളതിന് വേണ്ടി. മുമ്പുള്ള എന്താണ്? ക്രിസ്തുവേശു ദൈവത്തിന്റെ പരമവിളിയാണ് തൻ്റെ മുമ്പിൽ. ആ ലാക്കിലേക്കാണ് താൻ ഓടുന്നത്. ഓട്ടത്തിന്റെ പ്രൈസ് എന്തുവാ? ദൈവത്തിന്റെ പരമവിളി.
ആ ദൈവത്തിന്റെ പരമവിളിയിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ലഭിക്കും. ഇപ്പോൾ നാം ജീവിക്കുമ്പോൾ ക്രിസ്തുവിന് അനുരൂപമായി ജീവിക്കുക. മരണത്തിൽ നാം ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കും. ഉയർപ്പിൽ നാം അവന്റെ മഹത്വമുള്ള ശരീരം പ്രാപിക്കും. അല്ലെ? ഇപ്പോൾ നാം ക്രിസ്തുവിനോട് അനുരൂപപ്പെട്ട ആ വിളിയിൽ അതെല്ലാം ഉണ്ട്. ഇപ്പോഴത്തെ ജീവിതത്തെയും വരുംകാലത്തെ ജീവിതത്തെയും മരണത്തിൽ നാം ക്രിസ്തുവിനോട് കൂടിയായിരിക്കും. ക്രിസ്തുവില്ലാത്തവർ മരിച്ചു മൺമറയുമ്പോൾ ക്രിസ്തുവുള്ളവർ ക്രിസ്തുവിനോടുകൂടെ ആ ദൈവത്തോടുകൂടെ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ഒരു അനുഭവസ്ഥയിലേക്ക് നാം ആയിത്തീരുകയാണ് ചെയ്യുന്നത്. ഉയർപ്പിൽ നാം മഹത്വ ശരീരം പ്രാപിക്കുവാനായിട്ട് ഇരിക്കും. ഇത് ഇവിടെ പറയുന്ന പരമവിളിയാണ്. കാരണം വിളി താഴെ നിന്നുള്ള വിളിയല്ല, അത് സ്വർഗത്തു നിന്നുള്ള വിളിയാണ്. അത് ദൈവികമായ വിളിയാണ്. മനുഷ്യരല്ല വിളിക്കുന്നത്, ദൈവമാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ലോകവും അതിലുള്ളതെല്ലാം നമ്മെ താഴോട്ട് വലിക്കുമ്പോൾ, അല്ലെ? നമ്മൾക്കറിയാം, നാം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുമ്പോൾ, ഓരോ ദിവസവും ജീവിക്കുമ്പോൾ ലോകം നമ്മെ വിളിച്ചുകൊണ്ടിരിക്കും, നമ്മുടെ കൂട്ടുകാർ നമ്മെ വിളിച്ചുകൊണ്ടിരിക്കും, നമ്മുടെ കുടുംബക്കാർ നമ്മെ വിളിച്ചുകൊണ്ടിരിക്കും. എന്തിലാ? അവരിലോട്ട് പോകാൻ വേണ്ടിയില്ല. പക്ഷെ ദൈവം വിളിക്കുന്ന വിളി, ദൈവം പിടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. വിട്ടുപോകാതെ ഒരമ്മ തൻ്റെ കുഞ്ഞിനെ റോഡിൽ കൂടി കൈവിട്ടു പോകാതെ മുറുകെ പിടിച്ചു നടത്തുന്നത് പോലെ ദൈവം നമ്മെ നടത്തുകയാണ് ചെയ്യുന്നത്. ഞാൻ എന്നെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നല്ലേ കർത്താവ് പറയുന്നത്. മുദ്രയിട്ടിരിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? ഒരു ചിത്രം ആ മുദ്രയിട്ട് വരയ്ക്കുന്നത് പോലെ കർത്താവ് നമ്മെ മുദ്രയിട്ടിരിക്കുകയാണ്. ഉള്ളം കയ്യിൽ വരച്ചിരിക്കുക, ആലേഖനം ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ലോകത്തിലേക്ക് നാം പോകാതെ, ഈ ലോകത്തിന് അനുരൂപമാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നെന്ന് തിരിച്ചറിയേണ്ടതിന് നമ്മൾ ഓരോരുത്തരെയും ദൈവം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? ഓരോ ദിവസവും നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പാപത്തിന് അടിമപ്പെടാതെ വണ്ണം ഓരോ ദിവസവും ക്രിസ്തുവിന് അനുരൂപമായി ജീവിക്കേണ്ട, പാപത്തോട് എതിർത്ത് നിൽക്കേണ്ടതിന് ദൈവം നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുക. ഉള്ളിലെ പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മെ ശക്തീകരിക്കുകയാണ് ചെയ്യുന്നത്. അത് ആ വിരുദിലേക്ക് ഓടുവാൻ, ജയിക്കുന്നവർക്ക് മാത്രമേ വിരുദിലേക്ക് ഓടുവാനായിട്ട് കഴിയുകയുള്ളൂ. ഈ ലോകത്തിന് പുറകെ ഓടിയാൽ ആ പരമവിളിയിലേക്ക് നമുക്ക് എത്തുവാൻ നമ്മെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ ആ വിളിച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് നാം എത്തിച്ചേരണം. ദൈവത്തോട് കൂടെ ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് എഴുതുക. അവിടെ ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളി എന്നാണ് പറഞ്ഞത്. ക്രിസ്തുവേശുവിൽ, ക്രിസ്തു തന്നെയാണ് ആ പ്രൈസ് എന്ന് പറയുന്നത്. എന്നാൽ നാം അവനെ പോലെ ആയിത്തീരും. നാം ഈ ലോകത്തിൽ എന്ത് നേടിയാലും നാം എന്ന് പറയുന്നത് ക്രിസ്തു ഇല്ലെങ്കിൽ ശൂന്യമാണ്. ക്രിസ്തു ഉണ്ടെങ്കിൽ നാം ഈ ലോകത്തിൽ ഒന്നും നേടിയില്ലെങ്കിലും നാം ക്രിസ്തുവിൽ സമ്പൂർണ്ണരാണ്. നമുക്ക് ക്രിസ്തുവിനെ തന്നെയാണ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കഴിഞ്ഞ അധ്യായങ്ങളിലും ലേഖനങ്ങളിലും ഒക്കെ പഠിച്ചാൽ നാം ക്രിസ്തുവിനെയാണ് നേടിയിരിക്കുന്നത്. ക്രിസ്തുവിനെ മാത്രം നേടുന്നവരായി തീരണം ഈ ലോകത്തിലെ എല്ലാം. പറയുന്നത്, നമ്മൾ എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, നമ്മളെ സ്വർഗത്തിന് വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. എല്ലാവരും പറഞ്ഞു സ്വർഗത്തിൽ പോകുന്നു, പക്ഷേ സ്വർഗത്തിനേക്കാൾ വലിയവനായ ക്രിസ്തുവിനെയാണ് നാം പ്രാപിച്ചിരിക്കുന്നത്, അല്ലേ? നാം ക്രിസ്തുവിനെയാണ് നമുക്ക് കേടിയിരിക്കുന്നത്. ഇവിടെ പറയുന്നുണ്ട് ആ പരമവിളി, അപ്വേർഡ് കോൾ ഓഫ് ഗോഡ്. കർത്താവ് തൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവരെല്ലാവരും ഉയർത്തെഴുന്നേൽക്കുന്ന ആ വിളിയിലേക്ക് നമ്മെ വിളിച്ചിരിക്കുകയാണ്. ആ കർത്താവിന്റെ വരവെങ്കിൽ നാം തേജസ്സോടെ എടുക്കപ്പെടുവാനായിട്ട് ഇടയായി തരണം. അപ്പം പൗലിന്റെ ലക്ഷ്യം പുത്രനെ പോലെ ആയിത്തീരുക, ക്രിസ്തുവിനെ പോലെ ആയിരിക്കുക. അതിനധികമായി തനിക്ക് ഒരു ലക്ഷ്യവും ഇല്ല. അതിനുവേണ്ടി താൻ ഏത് വിധേനയും കഷ്ടം സഹിക്കാനായിട്ട് താൻ തയ്യാറാണ്. പൗലോസ് പറയുന്നുണ്ട് ഫിലിപ്പി ലേഖനത്തില്, വിട്ടുപിരിഞ്ഞ ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുന്നത് അത്യുത്തമമല്ലോ, അതാണ് എൻ്റെ കാംക്ഷ, അത് തന്നെയാണ് എൻ്റെ ഇഷ്ടം എന്ന് പറയുന്നുണ്ട്, അല്ലേ? നമ്മുടെ ഓട്ടവും ലക്ഷ്യവും ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനെ നേടുന്നതിലായിരിക്കണം. ആ ക്രിസ്തുവിനേക്ക് ആയിരിക്കണം. ആ ക്രിസ്തുവിനോട് കൂടെ എപ്പോഴും ഇരിക്കുന്ന അവസ്ഥയിൽ ആയിത്തീരിക്കണം. പൗലോസ് അവസാന ലേഖനം പറഞ്ഞ, നല്ല പോർ പൊരുത്, ഓട്ടം തികച്ച് വിശ്വാസം കാത്തല്ലേ. ആ ഒരു വിശ്വാസം കാക്കുന്ന അവസ്ഥയിലേക്ക്, ഓട്ടം തേയിക്കുന്ന അവസ്ഥയിലേക്കായി തീരണം. പിന്നോട്ട് തിരിഞ്ഞു നോക്കിയാൽ നാം വീഴുവാനായിട്ട് ഇടയായി തരും. നമ്മൾ സൈഡിലേക്ക് നോക്കിയാൽ നമ്മുടെ ഓട്ടം തെറ്റും, ട്രാക്ക് മാറിപ്പോകും, വഴി തെറ്റും. മുമ്പിലേക്ക് തന്നെ ഓടുക, ഉയരത്തിലെ പരമവിളിയുടെ ലാക്കിനായി ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുന്നവനുമായ ക്രിസ്തുവിനെ നോക്കി നാം ഓടുക. നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം, ആ ക്രിസ്തു നമുക്ക് വേണ്ടി ഒരു ഓട്ടം ഓടിത്തീർത്ത്, നമുക്ക് മുമ്പേ ഒരു ഓട്ടം ഓടിത്തീർത്താണ്. ആ ക്രിസ്തുവിനെ നോക്കി നേരെ ഓടുക, അല്ലേ? ആ ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്ന
ഓടുന്നുവെങ്കിൽ ഒരുതനെ വിരുദ്ധ പ്രാപിക്കും, നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. അംഗം പൊരുതുന്ന സകലത്തിലും വർജനം ആചരിക്കുന്നു. ഈ ലോകത്തിലെ ഓട്ടക്കളത്തിൽ ജയിക്കേണ്ടവർ സകലത്തിലും വർജനം ആചരിക്കുന്നു. പക്ഷേ ആ വലിയ ഓട്ടക്കളത്തിലേക്ക് ഓടുമ്പോൾ നാം എന്തൊക്കെ വർജിക്കണം? നമ്മുടെ ഒരേ ഒരു ലക്ഷ്യം മാത്രമായിരിക്കണം, ക്രിസ്തുവിലായി തീരുക എന്നുള്ള ലക്ഷ്യം. ആ പരമലക്ഷ്യം നേടുന്നതിന് വേണ്ടി കയ്യിലുള്ളത് പലതും ത്യജിക്കേണ്ടി വന്നേക്കാം. അതിനെക്കുറിച്ച് വിഷമിക്കരുത്. കാരണം നമ്മുടെ പരമലക്ഷ്യം നാം മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. 15-ാമത്തെ വാക്യം. നമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചുകൊള്ളുക. വല്ലതിലും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. 3:12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ താൻ പറഞ്ഞത് താൻ തികഞ്ഞവനായി എന്നല്ല, താൻ ഓടുന്നു എന്നാണ്. എന്തിനു വേണ്ടി? ദൈവത്തിന്റെ പരമലയുടെ കോൾ ലഭിപ്പാൻ വേണ്ടി താൻ ഓടുന്നു. 15-ൽ പറഞ്ഞു, നിങ്ങളും അതിനായി പരിശ്രമിക്കണം. ഇവിടെ പറയുന്നു, തികഞ്ഞവരൊക്കെയും അങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക. താൻ തികഞ്ഞവനല്ല, ആ തികവിലേക്ക് താൻ ഓടുകയാണ്. നിങ്ങളിൽ തികഞ്ഞവരൊക്കെയും എന്ന് വെച്ചാൽ പെർഫെക്റ്റ് അല്ല, പരിപൂർണരല്ല, പക്ഷെ അർത്ഥം മെച്യൂർ ആണ്. ക്രിസ്തുവിൽ തികഞ്ഞവർ എന്ന് പറഞ്ഞാൽ ആത്മീക പക്വതയുള്ളവർ. കുറെ പേർ ചിലപ്പോൾ അവിടെ പെർഫെക്റ്റ് എന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും. മുമ്പ് പറഞ്ഞതുപോലെ പൗലോസ് പറയും, നമ്മൾ ആരും തികഞ്ഞവരല്ല, പക്ഷെ ക്രിസ്തുവിൽ തികഞ്ഞവരാണ്. നാം ഏതവസ്ഥയിലായിരിക്കുന്നു ആ അവസ്ഥയിൽ തികഞ്ഞവരാണ്, പക്വത പ്രാപിച്ചവരാണ്. ആ പക്വതയുടെ നമുക്കറിയാം, എല്ലാ വിശ്വാസികളും ഒരേ പക്വത ഉള്ളവരല്ല. പലർക്കും പല പടവുകളിലാണ് ആയിരിക്കുന്നത്. ചിലര് 50 വർഷം ക്രിസ്തുവിലായാലും ശിശുക്കളെ പോലെയാണല്ലോ. യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നത് പോലെ അവിടെ എന്തോ പറയുന്നത്, കുഞ്ഞുങ്ങളുണ്ട്, യൗവനക്കാരുണ്ട്, പിതാക്കന്മാരുണ്ട്, എല്ലാം ഉണ്ടല്ലേ. ആത്മീക വർധനയിൽ പലർക്കും വ്യത്യാസമുണ്ട്. അപ്പം നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ തികഞ്ഞവരെന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. നമ്മൾ കൊലോസ്യ ലേഖനം 1:10 പറയുന്നുണ്ട്, ക്രിസ്തുവിൽ നമ്മൾ പരിപൂർണരാണ്. നമുക്ക് പലപ്പോഴും സംശയം വരും, ഇവിടെ തികഞ്ഞവരെന്നാ പറയേണ്ടത്? പൗലോസ് മുമ്പ് പറയുന്നുണ്ട് അത് ഞാൻ തികഞ്ഞവനെന്ന് നിരൂപിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലേ. പക്ഷെ തികഞ്ഞവർ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൽ നാം പരിപൂർണരാണ്. അത് നമ്മുടെ പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയാം. ആ ക്രിസ്തുവിലുള്ള നമുക്ക് ലഭിച്ച ആ നീതി, ആ ക്രിസ്തുവിന്റെ നമ്മുടെ നീതി, നമ്മുടെ പാപം ക്രിസ്തുവിന്റെ മേലാക്കിയിട്ട് ക്രിസ്തുവിന്റെ നീതി നമുക്ക് തന്നു. അത് പൊസിഷണൽ പെർഫെക്ഷൻ എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ പൊസിഷനായിട്ട് ക്രിസ്തുവിനെ നാം നേടിയത് മൂലം, അല്ലെ ക്രിസ്തുവിനെ നാം പിടിക്കപ്പെട്ടതുപോലെ, നാം ദൈവമക്കളായി തീർന്നത് പോലെ ക്രിസ്തുവിന്റെ നീതി നമ്മൾ ലഭിച്ചു. അതിൽ നാം പരിപൂർണരാണ്. അപ്പൊ ആ വിധത്തിൽ പരിപൂർണരാണ് എങ്കിലും നാം വളർന്നുകൊണ്ടേയിരിക്കണം. പ്രാക്ടിക്കലി നാം പക്വത പ്രാപിച്ചുകൊണ്ടേയിരിക്കണം. ആത്മീയമായ ആ കുഞ്ഞുങ്ങളെന്ന അവസ്ഥയിൽ നിന്ന് യൗവനക്കാർ എന്ന അവസ്ഥയിലേക്കും അതുപോലെ പിതാക്കന്മാർ എന്ന അവസ്ഥയിലേക്കും നാം മാറേണ്ടതായിട്ടുണ്ട്. ആ ക്രിസ്തുവിനെ അറിയേണ്ട വിധത്തിൽ സകല പരിജ്ഞാനത്തിലും അറിയുന്നവരായി തീരണം. അതാണ് പിതാക്കന്മാർ എന്ന നിലയിൽ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ക്രിസ്തുവിനെ, ദൈവത്തിന്റെ ആ പരിപൂർണതയിൽ അറിയുക, ദൈവത്തിനെ നന്നായി അറിയുക, ആഴമായി അറിയുക, ആ അവസ്ഥയിലേക്ക് ആയിത്തീരണം. ആത്മീയമായി ഓരോ ദിവസവും നാം വളർന്നുകൊണ്ടേയിരിക്കണം. ആ ക്രിസ്തുവിനോടുള്ള അനുരൂപതയിൽ ജീവിപ്പാൻ നാം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. പൗലോസ് പറയുന്നില്ല, നാം ഞാൻ ആ ഓട്ടക്കളത്തിലാണ്, ഞാൻ ഓടിക്കൊണ്ടേയിരിക്കുന്നു. കൊലോസിലേത് പറഞ്ഞ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കേണ്ട ഞാൻ അതിനുവേണ്ടി പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇനി നമ്മൾ കംപ്ലീറ്റ് പെർഫെക്ഷനിലേക്ക് ആയിത്തീരും, അല്ലെ? കർത്താവിന്റെ വരവെങ്കിൽ നമ്മുടെ താഴ്ചയുള്ള ശരീരം അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി തീരുന്നതായിട്ട് ഇടയായിത്തീരും. അപ്പം നിങ്ങൾ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ ആത്മീകമായ പക്വതയുള്ളവരൊക്കെ ഇങ്ങനെ തിരിഞ്ഞു നോക്കാം. എനിക്ക് ലഭിച്ചു കഴിഞ്ഞെന്നല്ല, ഇനി എനിക്ക് ക്രിസ്തുവിനെ പിടിക്കപ്പെടുന്നതുകൊണ്ട് പിടിക്കാമോ എന്ന് ഞാൻ നിരൂപിക്കും. നിങ്ങളും അങ്ങനെ തന്നെ, നിങ്ങളിൽ ആത്മീയ പക്വതയുള്ളവരൊക്കെയും അങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളട്ടെ. കാരണം എനിക്ക് ഈ ലോകത്തുള്ള പലതും ഞാൻ നേടിയിട്ടുണ്ട്, ഇപ്പോഴും ഞാൻ നേടിക്കൊണ്ടേയിരിക്കും. ക്രിസ്തുവിനെ നേടേണ്ടതിന് വേണ്ടി, അല്ലെങ്കിൽ അനേകരെ നേടേണ്ടതിന് ക്രിസ്തുവിന് വേണ്ടി ഞാൻ കഷ്ടപ്പെടുകയാണ്. അതിലും എനിക്ക് എല്ലാ നേട്ടങ്ങളും ഉണ്ട്. എന്നിരുന്നാലും എനിക്ക് ആത്യന്തികമായ പരമമായ ഒരു ലക്ഷ്യമുണ്ട്. ലഭിച്ചു കഴിഞ്ഞോ എന്നോ, ഞാൻ തികഞ്ഞവനായോ ഒന്നുമല്ല, ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ
ഓടിക്കൊണ്ടേയിരിക്കുക. ഞാൻ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ട നിങ്ങൾ തികഞ്ഞവരൊക്കെയും അങ്ങനെ തന്നെ, ആ പക്വത, ആത്മീയ പക്വതയുള്ളവരൊക്കെയും പരിജ്ഞാനമുള്ളവരൊക്കെയും അങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ തികഞ്ഞവർ ഇങ്ങനെ ചിന്തിക്കുക. അങ്ങനെ എന്നെ പോലെ, പൗലോസിനെ പോലെ ചിന്തിക്കുക. ഓക്കെ. വല്ലതിലും വേറെ വിധമായി ചിന്തിച്ചാൽ നിങ്ങൾക്ക് വെളിപ്പെടുത്തരും. അപ്പം വേറെ വിധമായി ചിന്തിച്ചാൽ എന്ന് പറഞ്ഞാൽ വേറെ വിധമായി ചിന്തിക്കുന്നവരും ആ കൂട്ടത്തിലുണ്ട്. നമ്മൾ മൂന്നാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ കണ്ടു, നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. അങ്ങനെയുള്ളവരും ആ കൂട്ടത്തിലുണ്ട്. നമ്മൾ ഈ അധ്യായത്തിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, 2 വഴികളെ കുറിച്ച് പറഞ്ഞു. ചിലരുടെ വഴികൾ എന്തുവാ? ചിലവർ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന, ചിലവര് ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നവരുണ്ടല്ലേ, അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറെന്ന് പറയുന്നത്. അങ്ങനെയുള്ളവരും ആ കൂട്ടത്തിലുണ്ട്. അപ്പം അവിടെ പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾ വേറെ വിധമായി ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരും, എന്നോട് വായിക്കാൻ, നമ്മൾ തികഞ്ഞവരൊക്കെ ഇങ്ങനെയെന്ന് ചിന്തിച്ചു, പൗലോസിനെ പോലെ ചിന്തിക്കുക. വല്ലതിലും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ആ തെറ്റിപ്പോയവർ ദൈവത്തോട് വിളിച്ചപേക്ഷിച്ചാൽ ദൈവം അത് നമുക്ക് വെളിപ്പെടുത്തി തരും. ആ ക്രൂശിന്റെ ശത്രുക്കളായി നടക്കുന്നവർ ആത്മാർത്ഥതയോടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവത്തിന് അവരെ കുറിച്ചുള്ള പരമമായ ലക്ഷ്യം എന്താണെന്ന് ദൈവം വെളിപ്പെടുത്തി തരും. ചിലർക്ക് പക്വത വരാൻ, മുമ്പേ പറഞ്ഞ പോലെ, ചിലവർ ഇപ്പോഴും കുഞ്ഞുങ്ങളാ, ചിലവർ യുവാക്കളൊക്കെ, ചിലർക്ക് പക്വത വരാൻ കുറേയൊക്കെ താമസിക്കും. അപ്പം ദൈവത്തോട് നിരന്തരമായി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് എല്ലാവർക്കും അത് വെളിപ്പെടുത്തി തരികയാണ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് ദൈവം വെളിപ്പെടുത്തി തരുന്നത്? ദൈവത്തിന്റെ വചനത്താൽ. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ ദൈവവചനം വായിക്കുമ്പോൾ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമ്മുടെ ആത്മീയ കണ്ണുകളെ ദൈവം തുറന്നു തരുന്നു ദിവസവും. അതുകൊണ്ട് വചനം വായിക്കണം. ചിട്ടയായുള്ള വചന പഠനം ആവശ്യമാണ് നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം അറിയുന്നതിന് വേണ്ടിയിട്ട്. അപ്പം എബ്രായ ലേഖനം 10:10 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 5:13 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്താൽ പരിചയമില്ലാത്തനത്രേ അവൻ ശിശുവല്ലോ. കട്ടിയായ ആഹാരം നന്മതിന്മകളെ തിരിച്ചറിവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഉള്ളവരുമായി പ്രായം തികഞ്ഞവർക്കേ കഴിയുകയുള്ളൂ. നമ്മൾ ആ അവസ്ഥയിലായി തന്നെ, നമ്മൾ ഇപ്പോഴും പാല് കുടിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് കട്ടിയായ ആഹാരം ഭക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് ആയിത്തരും. എനിക്കറിയാം, ഞാൻ ഈ പറയുന്ന എല്ലാം കട്ടിയായ ആഹാരമാണ്. നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ആ കട്ടിയായ ആഹാരം കഴിക്കുന്നവരായി നമ്മൾ തീരണം. നമ്മൾ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള ആദ്യ പാഠങ്ങളെയൊക്കെ വിട്ടിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിക്കുവാനായിട്ട് ശ്രമിക്കണം. അതിനുവേണ്ടി ദൈവത്തിന്റെ വചനം നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ച് നമുക്ക് ബോധം വരുത്തുന്നു, വചനത്താൽ നമ്മളെ പ്രബോധിപ്പിക്കുന്നു. ക്രിസ്തുവിനോടുള്ള അനുസരണത്തിലും ജീവിക്കുവാനായിട്ട് നമ്മളുടെ എന്താ പറയുന്നത്, പക്വത ഇല്ലാത്തതിനെയൊക്കെ നാം ക്രിസ്തുവിന്റെ അനുസരണത്താൽ ഏത് വിചാരത്തെയും ക്രിസ്തുവിനുള്ള അനുസരണത്താൽ പിടിച്ചടക്കി നാം ജീവിക്കണം. നമ്മൾ ഉയർച്ചകളെ എല്ലാം പിടിച്ചടക്കണം. ഏത് വിചാരത്തെ, ഏത് ഉയർച്ചയും പിടിച്ചടക്കി, അല്ല അങ്ങനെയല്ലേ 2 കൊരിന്ത്യർ 10 വായിക്കുന്നത്. ഏത് ഉയർച്ചയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിൽ നാം പിടിച്ചടക്കി, ഏത് വിചാരത്തെയും നാം പിടിച്ചടക്കണം. നമ്മുടെ ശ്രമങ്ങളെയും നമ്മുടെ പ്രവൃത്തികളെയും അല്ല മാത്രമല്ല പിടിച്ചടക്കേണ്ടത്, നമ്മുടെ വിചാരങ്ങളെയും ചിന്തകളെയും എല്ലാം നാം പിടിച്ചടക്കിയിട്ട് ക്രിസ്തുവിനോടുള്ള പരിജ്ഞാനം പ്രാപിക്കുക. നാം അറിഞ്ഞതിൽ പരിജ്ഞാനം പ്രാപിക്കുക, അറിഞ്ഞത് അനുസരിക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വെളിച്ചം നമ്മളിൽ ഉണ്ടായിട്ടും ആ വെളിച്ചത്തിന്റെ പ്രവൃത്തി നാം ചെയ്തില്ലെങ്കിൽ നാം ക്രിസ്തുവിനുള്ളവരല്ല. ശരിക്കും നമ്മൾക്കറിയാം, 1-ാം ക്ലാസ്സിൽ തോറ്റ കുട്ടിയെ 2-ാം ക്ലാസ്സിൽ ഒരിക്കലും ഇരുത്തുകയല്ല, അല്ലേ? ഇവിടെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമെന്ന് ദൈവം പറയുമ്പോഴേ നാം അറിഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് നടത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് വെളിപ്പെട്ട് തന്ന കാര്യങ്ങൾ നാം അനുസരിച്ച് നടക്കുക, ദൈവം നമുക്ക് കൂടുതലായി വെളിപ്പെടുത്തി തരും. അപ്പൊ നമ്മുടെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ഓരോ ദിവസം, അതുപോലെ നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ, നമ്മുടെ പരീക്ഷകൾ, നമ്മുടെ കഷ്ടതകൾ, നമ്മുടെ ജീവിതത്തിലെ രോഗങ്ങൾ, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളെല്ലാം ദൈവം നമ്മെ ക്രിസ്തുവിനോട് അനുരൂപപ്പെടുത്തി പെർഫെക്ഷനിലേക്ക് ആക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ റോമാലേഖനത്തിൽ പഠിക്കുന്നുണ്ട്, കഷ്ടത സഹിഷ്ണുതയും സിദ്ധതയും പ്രത്യാശ ഉളവാക്കുന്നതെന്ന് പറഞ്ഞ് നിങ്ങൾ കഷ്ടങ്ങളിലും പ്രശംസിക്കണമെന്ന് പറയുന്നുണ്ട്. കഷ്ടങ്ങളിൽ നിന്ന് സന്തോഷിക്കണം, കാരണം എൻ്റെ കഷ്ടത എനിക്ക് സിദ്ധത ഉണ്ടാക്കി തരികയാണ്. എനിക്കൊരു പ്രൂവൻ ക്യാരക്ടർ, തെളിഞ്ഞ ഒരു സ്വഭാവം എന്നിൽ ഉണ്ടാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. അപ്പം പക്വതയുള്ളവരുടെ അടയാളം എന്ന് പറഞ്ഞ അറിവല്ല,
അറിവ് വേണം, പക്ഷെ തിരിച്ചറിവാണ്. ഒന്നുകൂടെ പറയാം, പക്വതയുള്ളവരുടെ അടയാളം എന്ന് പറയുന്ന അറിവ് മാത്രമല്ല, തിരിച്ചറിവാണ്. ആ തിരിച്ചറിയുന്ന മനോഭാവം, ആ നമ്മളുടെ മനോഭാവമാണ് നമ്മൾക്കുണ്ടാകേണ്ടത്. നമ്മുടെ തല നിറയെ നമ്മൾ ക്രിസ്തുവിന്റെ വചനങ്ങളെ കൊണ്ട് നിറച്ചിരിക്കുകയാണെങ്കിൽ, ഉള്ളിൽ പരിജ്ഞാനമില്ലെങ്കിൽ അത് വെറും ശൂന്യമാണ്. നാം പഠിച്ച പരിജ്ഞാനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ ക്രിസ്തുവിന്റെ മനോഭാവമുള്ളവരായി ജീവിപ്പാനായിട്ട് കഴിയുള്ളൂ. നമ്മൾ ആദ്യം മുതൽ പറയുന്നത് ക്രിസ്തുവിന്റെ ഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കണമെന്ന് പറയുന്നത്. ആ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ആ മനുഷ്യവേഷത്തിലായി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവർ തന്നെ ക്രിസ്തുവിന്റെ മനോഭാവം നമ്മളിൽ ഉണ്ടായിരിക്കണം. അന്യോന്യം ക്ഷമിപ്പാനും പരസ്പരം ഭാരങ്ങളെ ചുമപ്പാനും കഴിയുന്നെങ്കിൽ നാം അറിഞ്ഞതിൽ നാം തികവ് പ്രാപിക്കണം. എഫേസ്യ ലേഖനം 4:12-13 പറയുന്നത് നാം ആത്മീയ വർധനയ്ക്ക് ഉള്ളവരായി തീരണം എന്ന് വായിക്കാം. 4:12-13 പെട്ടെന്ന് വായിച്ചു പോകാം. അത് നാം എല്ലാവരും സഭയിൽ അവർ ദൈവം ശുശ്രൂഷക്കാരെയൊക്കെ ആക്കിയിരിക്കുന്നത് എന്തിനു വേണ്ടി? സഭയിൽ ഉത്തരവാദിത്തം ദൈവം അധ്യക്ഷ സ്ഥാനങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിനുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണ്ണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനയ്ക്കുമാണ്. നമ്മൾ ആത്മീയ വർധനയുള്ളവരായി തീരണം, പക്വതയുള്ളവരായി തീരണം, പരിജ്ഞാനമുള്ളവരായി തീരണം. ഏത് വിശ്വാസിയും ക്രിസ്തുവിൽ തികഞ്ഞവരായി തീരണം. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും ഓരോ ദിവസവും ദൈവത്തിന്റെ വചനത്താലും പരിശുദ്ധാത്മാവിനാലും നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളാലും ദൈവം നമ്മെ ഓരോരുത്തരും നടത്തുന്നു. ഓരോ ദിവസവും നാം നമ്മിലേക്ക് നോക്കണം. നാം എവിടെ വരെയായി? തികഞ്ഞവർ എന്ന ചിന്തയുണ്ടോ നമുക്ക്? ഇനി പരിജ്ഞാനം പ്രാപിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നുണ്ടോ? അതോ ഇതുകൊണ്ട് മതി, നമ്മൾക്ക് ആത്മീയ വർധന മതി, നമ്മൾ ആത്മീയ വർധനയുള്ളവരാണ്, നമുക്ക് ഇത്ര ഈ ലഭിച്ച പരിജ്ഞാനം മതി എന്ന് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ നാം ഇരിക്കുന്ന അവസ്ഥയിൽ തന്നെ ഇരിക്കും. ഓരോ ദിവസവും ഇത്തിരി കൂടെ ദൈവത്തോട് അടുക്കണം, ഇത്തിരി കൂടെ പരിജ്ഞാനം പ്രാപിക്കുന്ന അവസ്ഥയിലേക്ക് നാം ആയിത്തീരുന്നുണ്ടോ? ചിലവരോട് വചനം പഠിക്കാൻ പറയുമ്പോൾ അത് എന്നെ കൊണ്ട് കഴിയത്തൊന്നുമില്ല, അതെനിക്ക് പഠിക്കാനൊന്നും ഒക്കത്തില്ലെന്നൊക്കെ പറയും അല്ലേ? പക്ഷെ ഓരോ ദിവസവും ആ ദൈവം നമ്മൾ പ്രവർത്തിക്കുന്നതിന്റെ അടയാളമാണ് നമുക്ക് ആഗ്രഹം വരുന്നത്, നാം പഠിക്കാനുള്ള ആഗ്രഹം നമ്മൾ തരുന്നത്, പഠിക്കുന്നതിനുള്ള ശക്തി തരുന്നത്, ദൈവത്തെ കൂടുതൽ അറിയുവാൻ സാധിക്കും, ദൈവസന്നിധിയിൽ കൂടുതൽ സമയം കഴിക്കുവാനായിട്ട് നാം ആഗ്രഹിക്കും. നാം ആലോചിക്കും, നമ്മൾ ദൈവത്തിങ്കിലേക്ക് വന്ന സമയത്ത് നാം എത്ര സമയം ദൈവത്തിന്റെ സന്നിധിയിൽ ചെലവഴിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കതിൽ മാറ്റമുണ്ടോ? നമ്മളതിൽ കുറഞ്ഞു പോയോ? അതോ നാം മുന്നോട്ടാണോ പോകുന്നത്? അങ്ങനെ നാം ഓരോരുത്തരും ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ നാം അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. അതുപോലെ ലവോദിക്ക സഭയെ പോലെയാണോ നാം? ശീതോഷ്ണവാനാണോ? ശീതവാനും ഉഷ്ണവാനും ഒന്നും അല്ലാതെ അല്ല, ശീതോഷ്ണവാനായിരിക്കുകയാണോ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത്? നാം തണുത്തിരിക്കുന്ന അവസ്ഥയിലാണോ? നാം മുമ്പോട്ട് പോകുക, ചൂടുള്ളവരായി നാം മുന്നോട്ട് പോകുവാനായി തീരണം. അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കണം. ദൈവം നമ്മുടെ ആത്മീയ കണ്ണുകളെ തുറപ്പാൻ, വായിക്കുന്നത് മനസ്സിലാക്കുന്ന മാത്രമല്ല, അനുസരിക്കാൻ കൂടിയുള്ള കൃപ ദൈവം തരണമേ എന്ന് പറയും. നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങളും പ്രയാസങ്ങളും കടന്നു ചിലപ്പോൾ നമുക്ക് അനുസരണത്തിന്റെ അവസ്ഥയിലേക്ക് പൂർണ്ണമായി നടക്കാൻ കഴിയില്ല. എങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലും ദൈവം നമ്മെ ഓരോ ദിവസവും നടത്തും. നാം അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്. ക്രിസ്തുവിനോട് അനുരൂപപ്പെട്ട് ജീവിപ്പാൻ, കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തൊക്കെ പ്രശ്നങ്ങളും തടസ്സങ്ങളും ഉണ്ടോ അതിനെയൊക്കെ അതിജീവിക്കാനുള്ള ശക്തി എന്നിൽ പകരണമേ എന്ന് നമുക്ക് ദൈവത്തോട് ഓരോ ദിവസവും പ്രാർത്ഥിക്കാം. എത്രത്തോളം നാം പ്രാർത്ഥിക്കുമോ അത്രത്തോളം ഓരോ ദിവസവും ജീവിക്കാനുള്ള ശക്തി നമുക്ക് തരും. അതുകൊണ്ട് പ്രാർത്ഥന എന്നുള്ളൊരു ശക്തിയാണ്. നമുക്ക് പ്രാർത്ഥിച്ചാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പൊ നാം പക്വതയുള്ളവരായി തീരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പോളിനെ പോലെ നാം ഓടുക. നമ്മൾ ലഭിച്ച നിങ്ങൾ തികഞ്ഞവരൊക്കെ അത് ചിന്തിച്ചു കൊള്ളണം. പക്ഷെ അങ്ങനെയില്ലാത്തവരാണെങ്കിൽ നാം അതിനുവേണ്ടി വെളിപ്പെടുത്തി തരുന്നതിന് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടതാണ്. നാം പ്രാർത്ഥിക്കാം. അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം, നമ്മളും അവർക്ക് വേണ്ടി നമ്മൾ തികഞ്ഞവരായി തീരും. അവരും നമ്മെപ്പോലെ അല്ലെങ്കിൽ പൊല്ലിനെ പോലെ തികഞ്ഞവരായി തീരാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ ഗലാത്യ ലേഖനം ആ വാക്യങ്ങൾ ഒന്ന് വായിച്ചു പോകാം. ഗലാത്യ ലേഖനം 6:1-4 വരെയുള്ള വാക്യങ്ങൾ. ഒരു മനുഷ്യൻ വായിക്കാം. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആത്മീയരായ നിങ്ങൾ അങ്ങനെയുള്ളവരെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തി നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ, ഇങ്ങനെ ക്രിസ്തുവിനായ പ്രമാണം നിവർത്തിപ്പിൻ. താൻ അല്പനായിരിക്കെ മഹാനാകുന്നു എന്ന് ഒരുത്തൻ നിരൂപിച്ച തന്നെത്താൻ വഞ്ചിയിരിക്കുന്നു.
ഓരോരുത്തരും താൻ്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ, എന്നാൽ അവൻ തൻ്റെ പ്രശംസ മറ്റൊരുത്തനെ കാണിക്കാതെ തന്നിൽ തന്നെ അടക്കി വെക്കും. അപ്പം നാം അറിഞ്ഞ സത്യത്തെ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം നമുക്ക് സത്യത്തെ വെളിപ്പെടുത്തി തരും. കൂടുതൽ അറിയുവാൻ ആഗ്രഹിക്കുന്ന ദൈവം അത് വെളിപ്പെടുത്തി തരും. കൂടുതൽ അറിയുന്നവർക്ക് കൂടുതൽ ലഭിക്കും. അറിഞ്ഞാൽ മാത്രം പോരാ, അനുസരിക്കുക കൂടി ചെയ്യുവാനും അറിയുവാനും അനുസരിപ്പാനുമുള്ള നമുക്ക് മനസ്സുണ്ടെങ്കിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പക്വതയിലേക്ക് നമുക്ക് എത്തുവാൻ കഴിയും. പൗലോസിനെ പോലെ പറഞ്ഞ ഏത് വിധേനയും മരിച്ചവരുടെ എന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നതേ ഉള്ളൂ. കാരണം ക്രിസ്തു എന്നെ പിടിച്ചിരിക്കുക. ഞാൻ ക്രിസ്തുവിനെ പിടിച്ചു എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഓടുവാനായിട്ട് ക്രിസ്തു എന്നെ പിടിച്ചിരിക്കുന്നു എന്ന് വിചാരിച്ച് മുമ്പിലുള്ള ആ ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന് നായകനും പൂർത്തിപ്പെടുത്തുന്നതിനായി ക്രിസ്തുവിനെ നോക്കി ജീവിപ്പാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.